എല്ലാവർക്കും മോർണിംഗ് സർക്കിളിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലായിടത്തും നല്ല മഴയൊക്കെയാണ്. അപ്പോൾ ആരും മഴ കാരണമൊന്നും ബുദ്ധിമുട്ടില്ല എന്ന് കരുതുന്നു. എല്ലാവരെയും മഴ കാരണമുള്ള ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷിക്കട്ടെ. അപ്പം ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത് ഫൗസിയ മാം ആണ്. മാം മുമ്പും മോർണിംഗ് സർക്കിളിലെ സെഷനുകൾ എടുത്തിട്ടുണ്ട്. ദ പവർ ഓഫ് ട്രൂത്ത് എന്നുള്ളതാണ് മാമിൻ്റെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പം ഫൗസിയ മാമിനെ സ്നേഹപൂർവ്വം ഇന്നത്തെ മോർണിംഗ് സർക്കിളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ ക്ലാസ് കേൾക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. മാം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. ഇന്ന് ഈ മോർണിംഗ് സെറ്റിലേക്ക് എത്തിപ്പെട്ട എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. വീഡിയോ ഓണാക്കാത്തതാണോ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കാരണം? വീഡിയോ ഓണാക്കില്ല. ഓക്കെ. ദ പവർ ഓഫ് ട്രൂത്ത്, വിശ്വാസവും നിഷ്കളങ്കതയും എന്നാണ് എൻ്റെ വിഷയം. നമ്മുടെ ക്ലാസ് എടുത്തിട്ടുണ്ടോന്ന് അറിയില്ല. എല്ലാവർക്കും സുഖല്ലേ? അതെ, സുഖമെന്ന് കരുതുന്നു. സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു. എന്നൊക്കെ നമ്മളൊക്കെ ഇവിടെയൊക്കെ എല്ലാവർക്കും വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ, ഫ്ലഡാണില്ലേ? പ്രകൃതിന്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും അനുഭവിക്കുന്നുണ്ടോ? നമ്മളെ ഭാഗത്തൊക്കെ നിരക്ക് ഉണ്ടായിരുന്നു, കുറഞ്ഞു കിട്ടി. അവിടെ ഭാഗത്തൊക്കെ ഉണ്ടാവും, ഓരോ ഭാഗത്തേക്കാണല്ലോ. ആരൊന്നും മിണ്ടുന്നില്ല. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് മാം, പറഞ്ഞോളൂ. അപ്പൊ വിശ്വാസം, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ ലോകത്തെ ഏറ്റവും വിലയേറിയ സമ്പത്ത് ഏതാണെന്ന് അറിയാമോ? ഈ ലോകത്തെ ഏറ്റവും വിലയേറിയ സമ്പത്ത് ഏതാണെന്ന് അറിയാമോ? അറിയോ? ഇല്ലേ? ആർക്കും അറിയില്ലേ? ആരെങ്കിലും ഒന്നൊരു ആൻസർ ചെയ്യൂ. നമ്മുടെ ആരോഗ്യം. ആരോഗ്യം. പിന്നെ അതേ ഉള്ളൂ. അതെ, ഞാൻ പറയട്ടെ. ആരോഗ്യം, സമ്പാദ്യം, കുടുംബം, വിദ്യാഭ്യാസം എല്ലാം നമുക്കുണ്ട് അല്ലേ? അതൊക്കെ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടാൽ നമുക്ക് വീണ്ടെടുക്കാം അല്ലേ? നമ്മുടെ വീണ്ടെടുക്കാൻ പറ്റാത്ത ഒന്നാണ് നമ്മളെന്ത് വിശ്വാസം അല്ലേ? അത് നഷ്ടപ്പെട്ടാൽ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയുമോ? ഇല്ലേ? അതൊക്കെ തന്നെ നമ്മുടെ സമ്പത്ത്. നമുക്ക് ആരോഗ്യം കുറഞ്ഞു പോയോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് എങ്ങനെയെങ്കിലും വീണ്ടെടുക്കാം. പക്ഷെ അതിനാരൊന്നും പറയില്ല. വിശ്വാസം വീണ്ടെടുക്കാൻ കാലങ്ങളോളം വേണ്ടി വരും. ആ വിശ്വാസം ഒന്ന് നേരെ ആയി കിട്ടണമെങ്കിൽ തന്നെ ഒരു പ്രാവശ്യം വിശ്വാസം നഷ്ടപ്പെട്ടാൽ പഴയ മാതിരി ആ വിശ്വാസം ആ ആളെ, ഏതൊരു വ്യക്തിയാണോ അയാൾ അന്നും ആ കണ്ണുകൊണ്ടായിരിക്കും കാണുക. ഞാൻ ഇവിടെ ഒരു കഥ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിൽ നടന്ന ഒരു കഥയാണ്. 19-ാം നൂറ്റാണ്ടിൽ ബിഷപ്പും ജാൻ വാൽജീൻ എന്നൊരു മോഷ്ടാവും ഉണ്ടായിരുന്നു ആ നാട്ടിലെ. ജാൻ വാൽജീൻ എന്ന മനുഷ്യൻ അവന്റെ സിസ്റ്ററിനും മക്കൾക്കും വേണ്ടി ഒരു റൊട്ടി കഷ്ണം മോഷ്ടിച്ചതിന് 19 വർഷം ജയിലിൽ കിടന്നു. അന്ന് ജയിലിൽ കിടന്ന് ഇറങ്ങി വന്നതിന് ശേഷം അയാളെ ജയിൽ പുള്ളിയായിട്ടാണ് എല്ലാവരും നോട്ടമിട്ടിരുന്നത്. ആ ജയിൽ പുള്ളി എന്ന മുദ്രയുള്ളതിനാൽ അവൻക്ക് സമൂഹത്തിൽ ആരും ഒരു ഇടം നൽകിയില്ല. അവൻക്ക് താമസിക്കാനോ ഭക്ഷണത്തിനോ അവൻ ആര് കാണുമ്പോഴും അവൻ ആ കണ്ണുകൊണ്ടായിരുന്നു കണ്ടിരുന്നത്. ഒരു ഹോട്ടൽ ഉടമയോ ഒരു വീട്ടുകാരോ അവനെ ഒന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയി. അവൻക്ക് ഇതൊക്കെ ആയിട്ട് അവന് പട്ടിണി ദാരിദ്ര്യവുമായി അവൻ നരകിച്ച ജീവിതം തുടങ്ങി. അങ്ങനെ ബിഷപ്പ് കാരണം ഒരു ദിവസം അയാൾ ആ നാട്ടിലെ ദയാലുവായ ഒരു ബിഷപ്പിനെ പറ്റി അറിഞ്ഞു. അങ്ങനെ അവിടെ ചെന്നു. ആ ബിഷപ്പ് അയാളെ അകത്തേക്കും നല്ല രീതിയിൽ സ്വീകരിച്ചിരുത്തി
മാന്യമായ ഒരു അതിഥിയെ പോലെ അയാൾ സ്വീകരിച്ചെത്തി കേട്ടോ. മാന്യമായ ഒരു അതിഥിയെ പോലെ കണക്കാക്കി കൂടെ ഇരുത്തി ഭക്ഷണം കൊടുത്തു. അയാൾക്ക് കിടന്നുറങ്ങാൻ ഒരു കട്ടിലും മെത്തയും ഒക്കെ കൊടുത്തു. എന്നാൽ വർഷങ്ങളായി പട്ടിണിയും അവഗണനയും അനുഭവിച്ച് വാൽജീൻ മനസ്സിൽ നന്മ നഷ്ടപ്പെട്ടിരുന്നു. ഇയാള് കുറെ വർഷം പിന്നെ ജയിലിൽ കിടന്നു. പിന്നെ നാട്ടിൽ വന്ന് ജയിലിൽ മോചിതനായതിനു ശേഷം അവർക്കെന്താ, അവരാരും എന്താ പറയാ, ആ കള്ളനായി തന്നെ അയാളെ കണ്ടതിൽ അയാളെ ആ മനസ്സിൽ ഇന്നും ആ നന്മയൊന്നുമില്ല. ഞാനൊരു കള്ളനാണെന്നുള്ള ആ ഒരു പിന്നെ എന്താ അയാളെ മനസ്സിലേ ഉള്ളൂ. ആ നന്മ നഷ്ടപ്പെട്ടുകൊണ്ട് രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോൾ അയാളുടെ പഴയ ആ മോഷ്ടാവിന്റെ സ്വഭാവം എടുത്തു. ആ ബിഷപ്പിന്റെ മേശപ്പുറത്തിരുന്ന പിലപിടിപ്പിലെ വെള്ളിക്കണ്ടികളും പാത്രങ്ങളും അയാൾ മോഷ്ടിച്ചു ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. രാത്രി വെള്ളിക്കരണ്ടികൾ ഉണ്ടായിരുന്നു, പാത്രങ്ങൾ, പഴയ കാലത്തിലെ ഒരു കൊട്ടാരമായിരുന്നു. എന്നാൽ അധികം വൈകിയില്ല. സംശയാസ്പദമായ രീതിയിൽ അയാളെ വഴിയിലിട്ട് പോലീസ് പിടികൂടി. ഈ വെള്ളിപ്പാത്രങ്ങളുമായി ഓടിയ പിന്നെ ഈ കള്ളൻ പിന്നെ ബിഷപ്പിന്റെ ആളെ എന്നറിഞ്ഞ് ഇവരെ പോലീസ് ബിഷപ്പിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ആ ഫാദർ, ഈ കള്ളൻ നമ്മുടെ വെള്ളിപ്പാത്രങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ ഓടി പിടിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ പിടികൂടിയതാ, ഇവനുള്ള ശിക്ഷ നിങ്ങൾ നൽകണം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെയാണ് നമ്മളെ വിശ്വാസത്തിന്റെ ട്വിസ്റ്റ് കിടക്കണത്. കഥ ബാക്കി ശ്രദ്ധിക്കുക. ബിഷപ്പ് ഒന്നും ദേഷ്യപ്പെട്ടില്ല. പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ നല്ല സ്നേഹത്തോട് കൂടി അയാൾ എന്ത് ചെയ്ത് പിന്നെ വാൽജീനെ നോക്കി പറഞ്ഞു, സുഹൃത്തെ, നീ ഇതും കൊണ്ടുപോയില്ലേ? നിനക്ക് സമ്മാനമായി തന്ന 2 വെള്ളി വിളക്കണക്കുകൾ. വെള്ളി വിളക്കണക്ക് പഴയ കാലത്തൊക്കെ കാൻഡിൽ സ്റ്റിക്ക് ഉണ്ടായിരുന്നു പറയും. അത് വിളക്ക് വെക്കണ, അതേമാതിരി മറ്റേ എന്താ പറയാ, കാൻഡിൽ വെക്കണ അങ്ങനെ എന്തോ ഒരു സ്റ്റാൻഡാണ് തോന്നുന്നത്. അയാള് വെള്ളിൻ്റെതാണ്. അതും കൂടി നിനക്ക് ഞാൻ എടുത്തു വെച്ചതല്ലേ, ഇനി അതെന്തേ നീ കൊണ്ടുപോവാനി എന്നാണ് അയാൾ ചോദിച്ചത്. ആ പോലീസുകാർ അത്ഭുതപ്പെട്ടു. നീ ഇതും കൊണ്ടുപോയില്ലേ എന്നാണ് അവർ ചോദിച്ചത്. അപ്പൊ ബിഷപ്പ് ആ പാത്രങ്ങൾ അയാൾക്ക് സമ്മാനമായി നൽകിയതാണെന്ന് വിചാരിച്ച് പിന്നെ പോലീസുകാർ അവനെ മോചിപ്പിച്ചു. പോലീസ് പോയതിനു ശേഷം ബിഷപ്പ് ആ വെള്ളിക്കണങ്ങൾ പിന്നെ വാൽജീനെ കയ്യിൽ കൊടുത്തിട്ട് സൗമ്യ ഭാഷയിൽ പറഞ്ഞു, എന്റെ സഹോദര, വെള്ളി വിറ്റ് നീ ഒരു നല്ലൊരു മനുഷ്യനായി ജീവിക്കണം. തന്റെ ആത്മാവിനെ തിന്മയിൽ നിന്ന് ഞാൻ ദൈവത്തിനായി വാങ്ങിയിരിക്കുന്നു. തന്റെ ജീവിതത്തിൽ ആരും കാണിക്കാത്ത ഒരു വലിയ വിശ്വാസം, കാരുണ്യം വാൽജീന്റെ മനസ്സിനെ പൂർണ്ണമായി മാറ്റിവരച്ചു. അപ്പൊ നമ്മളൊക്കെ ആരായാലും നമ്മളൊക്കെ എന്താ ചെയ്യാ? ദേഷ്യപ്പെടും, അല്ലെങ്കിൽ വിളിച്ച് വീണ്ടും പോലീസ് ഏൽപ്പിച്ച് അവനക്ക് വേണ്ട ശിക്ഷ കൊടുക്കും, അല്ലേ? ആരായാലും അങ്ങനെ ചെയ്യാം? ആരൊന്നും മിണ്ടില്ല. അത് മനസ്സിലായിണോ? മനസ്സിലായി. ആ അയാള് കാരുണ്യം. അപ്പൊ എന്താണ്, ജീൽവാജിന്റെ ഈ മോഷ്ടാവാണല്ലോ ഞാൻ, എന്നിട്ടും എന്നോട് ഈ പിന്നെ ബിഷപ്പ് പറഞ്ഞത് എന്താ, എന്നെ നല്ല രീതിയിൽ ഒരു പിന്നെ ബുദ്ധിമുട്ട്, പിന്നെ ദേഷ്യമോ കാര്യമൊന്നും ഇല്ലാത്ത രീതിയിലാണ് അവർ എന്നോട് സംസാരിച്ചത്. ആ പിന്നെ കാരുണ്യത്തിന്റെ ഒരു ഇതില് അയാൾ തന്നെ വിശ്വസിച്ച ആ പുരുഷനെ ചതിക്കാൻ എനിക്ക് പറ്റൂല. ഇങ്ങനൊക്കെ ചെയ്തു തന്നെ ഇനി ഈ മനുഷ്യനെ എനിക്ക് ചതിക്കാൻ പറ്റില്ല. പിന്നീട് അയാളെ പേര് തന്നെ മാറ്റി. അയാൾ കഠിനാധ്വാനം ചെയ്ത് ആ നാട്ടിലെ വലിയൊരു മേയറും ഒരു ഫാക്ടറി ഉടമയുമായി മാറി. തന്റെ സമ്പത്ത് മുഴുവൻ പാവങ്ങൾക്കായി മാറ്റിവെച്ചു. അയാൾ പിന്നെ ലോകം മുഴുവൻ പിന്നെ അവിശ്വസിച്ചാലും ബിഷപ്പ് അയാളിൽ അർപ്പിച്ച വിശ്വാസം ഒരു കുറ്റവാളിയെ വിശുദ്ധനാക്കി. ആര്? ബിഷപ്പ്. നമ്മൾ ഒരാളിൽ കാണിക്കുന്ന അചഞ്ചലമായ വിശ്വാസം ഒരു മനുഷ്യന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയും, അല്ലെ? നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മളാണെങ്കിൽ അത് ചെയ്യോ? നമ്മളെ കുറെ ആളുകളോട് പറയും അവനെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല. നമ്മളെ വീട്ടിലോ നമ്മളെ അടുത്തൊന്നും വേണ്ട നാടോടി പിന്നെ സ്ത്രീകളൊക്കെ വരും നമ്മളെ വീട്ടിലെ, അണ്ണാച്ചി എന്ന് പറയും. അവരൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. അവർ വന്നാൽ തന്നെ നമ്മളൊന്ന് വീടിന്റെ ചുറ്റുപാടൊക്കെ ഒന്ന് ശ്രദ്ധിക്കൂ, അല്ലേ? അങ്ങനല്ലേ? അതെ. അപ്പൊ ഇവിടെ എന്താ ചെയ്തത്? അയാളെ കൂട്ടിപ്പിടിച്ചു, അല്ലെ? അയാളെ കൂട്ടിപ്പിടിച്ച് അയാളോട് നല്ല രീതിയിൽ സംസാരിച്ചു. അയാൾക്ക് പിന്നെയും എന്താ, രാജാവ് സമ്മാനമായിട്ട് കുറച്ച് വെള്ളി വിളക്കണക്ക് കൂടി അയാൾക്ക് കൊടുത്തു. അയാളോട് അത് വിറ്റ് അയാൾ നല്ലൊരു മനുഷ്യനായി മാറി. ആ പ്രദേശത്തേക്കും അയാളെ പിന്നെ സമ്പത്ത് മുഴുവൻ പാവങ്ങൾക്ക് വിതരണം ചെയ്തു പറഞ്ഞു. അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞാല് നമ്മള് ഒരുപാട് പേരെ വിശ്വസിച്ചിട്ട് അപ്പൊ എന്താ പറയാ, അയാളെ കള്ളനായ മുദ്ര കുത്തിയ ഒരാളെ ഒരിത്തിരി കുറഞ്ഞ ഒരു മനുഷ്യൻ നന്മയിലേക്ക് കൊണ്ടുവന്നു. അത് തന്നെ വലിയൊരു എന്താ പറയാ
പിന്നെ വലിയൊരു അനുഗ്രഹമല്ലേ. അപ്പം അവർക്കെന്തായി, അവരിപ്പോ ആളുകളുടെ മുന്നിൽ നല്ലൊരു മനുഷ്യനായി ജീവിച്ചു. പിന്നെ അയാളുടെ സമ്പത്ത് ഇങ്ങനെ ദാനം ചെയ്തു. അയാളെ പിന്നെ ആ നാട്ടിൽ തന്നെ, ആ പ്രദേശത്ത് തന്നെ ഒരു വലിയൊരു നല്ലൊരു മനുഷ്യനായി മാറി എന്നാ പറഞ്ഞു. അതേമാതിരി നിഷ്കളങ്കത. നിഷ്കളങ്കത ഒരു കൊച്ചു കുട്ടിയുടെ ഒരു പെരുമാറ്റത്തിലും ചിരിയിലും നിഷ്കളങ്കത കാണാം അല്ലെ. അവർക്ക് ജാതിയോ മതമോ പണക്കാരനോ പാവപ്പെട്ടവനോ എന്നില്ല. നിഷ്കളങ്കത മറ്റുള്ളവരെ ചതിക്കാനോ ഉപദ്രവിക്കാനോ ചിന്തിക്കാനോ എല്ലാവരെയും വിശ്വസിക്കുന്ന, അല്ല ചിന്തിക്കാതെ, മറ്റുള്ളവരെ ചതിക്കാനോ ഉപദ്രവിക്കാനോ വഞ്ചിക്കാനോ ചിന്തിക്കാതെ എല്ലാവരെയും വിശ്വസിക്കുന്ന, കണ്ണടച്ച് വിശ്വസിക്കുന്ന മനുഷ്യ സ്വഭാവത്തെ നമ്മൾ നിഷ്കളങ്കത എന്ന് പറയുന്നത്. ആ നിഷ്കളങ്കത അധികം കൂടിപ്പോയാലും പ്രശ്നമാണ് അല്ലേ. ആരും കാണാത്ത സമയത്ത് നമ്മൾ കാര്യങ്ങൾ അതിഭംഗിയായി ചെയ്യുന്നു. അതാണ് സത്യസന്ധത. നമ്മൾ സത്യസന്ധത എന്ന് പറഞ്ഞാൽ ആരും കാണാതെ, നമ്മൾ ആളുകളെ കാണാൻ വേണ്ടി ചിലവരെന്ത് ചെയ്യും, അഭിനയം ഉണ്ടാവും. ആളുകൾ തിരിഞ്ഞാല് പിന്നെ എന്ത് ചെയ്യും, അവരെ മുന്നിൽ നമ്മൾ നല്ല ആളായിരിക്കും. പിന്നെ നമ്മൾ ആരും കാണാതെയും നമ്മൾ എടുക്കുന്ന ജോലി നമ്മൾ കൃത്യമായി ചെയ്ത്, അതാണ് നമ്മുടെ സത്യസന്ധത എന്ന് പറയുന്നത്. പിന്നെ നമ്മള് ചില പ്രകൃതിയിൽ, അപ്പൊ ഇവിടെ നമ്മളെ പ്രകൃതി കണ്ടില്ലേ. അപ്പൊ ഇന്നലൊക്കെ നമുക്ക് തന്നെ എന്താ അല്ലെ, എന്നും 2-3 ദിവസമായിട്ട് വെള്ളപ്പൊക്കവും ഒക്കെ ആയിട്ട്. അപ്പൊ ആ ചില സന്ദർഭങ്ങളിൽ മനസ്സിൽ മാത്രമല്ല പ്രകൃതി മാസ്മരികതയും എന്ത് ചെയ്യും, പിന്നെ നിഷ്കളങ്കത നഷ്ടപ്പെടുത്തും. അതായത് ഒഴുക്കുള്ള തെളിഞ്ഞ അരുവി, അത് നല്ലൊരു നിഷ്കളങ്കതമായ ഒരു അരുവി, നല്ല തെളിഞ്ഞ അരുവി അല്ലെ, നല്ല ഭംഗിയല്ലേ കാണാം, നല്ല പച്ചവെള്ളം. സത്യസന്ധത എന്താണ്, ആരും കാണാതെ പിന്നെ കാണാത്ത സമയത്ത് ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നതാണ് സത്യസന്ധത. ആളുകൾ നോക്കുമ്പോൾ നല്ലവനാകുന്നത് അത്ര എളുപ്പമല്ല. രണ്ട് തൊഴിലാളികൾ ഉണ്ടായിരുന്നു ഒരു കമ്പനിയിലെ. ഈ 2 തൊഴിലാളികൾ കൃത്യമായി ജോലി ചെയ്യുന്നു. മറ്റൊരാൾ ഓരോ ദിവസവും വരുന്നു, ജോലി കൃത്യമായി ചെയ്യുന്നില്ല. ഈ 2 തൊഴിലാളികൾ, ആ കമ്പനിയുടെ ഉടമ ഒരു ദിവസം പുറത്ത് വിദേശത്തേക്ക് പോകേണ്ടി വന്നു. ആ 2 പേർക്ക് സ്ഥാപനത്തിൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. അപ്പോൾ ആരെ വിശ്വസിച്ചുകൊണ്ടാണ് അയാൾ ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുക? ആരെ വിശ്വസിച്ചേൽപ്പിക്കുക? ജോലി അറിയുന്നവനോ, കറക്റ്റായി ജോലി ചെയ്യുന്നവനോ, വിശ്വസിക്കാൻ കഴിയുന്നവനോ ഒന്ന്. കാരണം കഴിവ് പഠിപ്പിക്കാം, പക്ഷെ വിശ്വാസം പഠിപ്പിക്കാൻ കഴിയില്ല അല്ലെ. നമുക്ക് കഴിവ് വിദ്യയൊക്കെ പഠിപ്പിക്കാം, വിശ്വാസം നമുക്ക് പഠിപ്പിച്ച് നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട അല്ലെ. അതേമാതിരി നമ്മളെ നാട്ടിലായാലും നമ്മളിപ്പോ ഒരു പൈസ കൊടുത്ത്, ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക കട കൊടുത്താലല്ലേ. ഈ കട കൊടുത്താലൊക്കെ നമ്മൾ ആകെ പേടിയാ. ചിലപ്പോൾ ആദ്യമൊക്കെ 1-2 വട്ടം വാങ്ങി നല്ല രീതിയിൽ ചെയ്യും, പിന്നെ ലാസ്റ്റ് എത്ര വട്ടം നടക്കേണ്ടി വരും ഇതിനു വേണ്ടി, ലാസ്റ്റ് ഉള്ള ചീത്ത മുഴുവൻ വിളിക്കേണ്ടി വരും. ഇതൊക്കെ വെച്ചാല് നമ്മൾ ആരായാലും ഒരു മനുഷ്യനോട് വാങ്ങിയാൽ കൊടുക്കാൻ വേണ്ടി മാത്രം വാങ്ങുക, അല്ലെങ്കിൽ അങ്ങനത്തെ പിന്നെ പാർട്ടിക്ക് കൊടുക്കരുത്. ഞാനതാ പറഞ്ഞത്. ഇത്രയും കുടുങ്ങി വരുമ്പോൾ നമ്മൾ ആരായാലും കൊടുത്തു പോകും. പക്ഷെ നമ്മൾ ലാസ്റ്റ് ഈ പ്രശ്നം അവിടെയാണ്. സത്യസന്ധത ചിലപ്പോൾ അയാൾക്ക് തരാൻ കഴിയാഞ്ഞിട്ടാവും, അതല്ലെങ്കിൽ അയാൾ തരാഞ്ഞിട്ടായിരിക്കും. ആരായാലും എല്ലാവർക്കും ഉണ്ടാവില്ല ഓരോ ബുദ്ധി. എല്ലാവരും പൂർണ്ണ ഇതല്ല അല്ലെ, ആരും കംപ്ലീറ്റ് അല്ലല്ലോ ഇവിടെ. ഒരു ഡോക്ടർ ആവട്ടെ, ഒരു ഡോക്ടറെ രോഗിയുടെ റിപ്പോർട്ടൊക്കെ മാറ്റി അയച്ചോളൂ. ആ രോഗിയുടെ ഒരു നല്ലൊരു പിന്നെ ഒന്ന് മെഡിക്കൽ എടുക്കാൻ പോയി, പുറത്തേക്ക് പോണേന് മെഡിക്കൽ എടുക്കാൻ പോയി. ആ പിന്നെ രോഗി വന്ന പിന്നെ രോഗിക്ക് എന്തോ രോഗിയാണ് അയാൾ, പക്ഷെ അയാളെ മെഡിക്കൽ റെപ്പിൽ അയാൾ പിന്നെ കള്ളത്തരം എഴുതി വെച്ചത്. പക്ഷെ ആ മെഡിക്കലിന്റെ ആ ഡോക്ടറെ ജോലി നഷ്ടപ്പെട്ട് അവിടെ കരിയർ അവിടെ അവസാനിച്ചു അല്ലേ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒരു ഡോക്ടറായാലും ഒരു പോലീസുകാരനായാലും ഒരു ബാങ്ക് ജീവനക്കാരനായാലും, ബാങ്ക് ജീവനക്കാരൊക്കെ തട്ടിപ്പ്. ഇപ്പൊ ഇവിടെ ചെറിയ കോപ്പറേറ്റീവ് ബാങ്കൊക്കെ നമ്മളവിടൊക്കെ നല്ലൊരു മനുഷ്യനായിരുന്നു. എന്തോ അയാൾ യാദൃശ്ചികമായിട്ട് എന്തോ ചെറിയൊരു പൈസ തിരിമറി ചെയ്തു, പക്ഷെ അത് അയാൾക്ക് വെക്കാൻ കഴിയാൻ എന്താ പറയുക, എല്ലാവരും അറിഞ്ഞു, ആകെ പ്രശ്നമായി കിടക്കുകയാണ്. കോടികളുടെ നഷ്ടം. അയാൾ നല്ലൊരു മനുഷ്യനാണ്, പക്ഷെ എന്താന്നല്ല അയാൾ എന്തോ അതിൽ നിന്ന് വെച്ചിട്ട് അത് എടുത്ത് വെച്ചിട്ട് പിന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അയാൾ എന്ത് ചെയ്തത്, ആ പൈസ പിന്നെ മാറ്റിവെച്ചത് അല്ല, അയാൾ തിരിഞ്ഞത്. പക്ഷെ അത് ഇന്നിപ്പോ അയാള് ഭയങ്കര പ്രശ്നത്തിലാണ് ബാങ്കൊക്കെ. അതാണ് ബാങ്ക് ജീവനക്കാരായാലും ഒരു പോലീസുകാരായാലും ലക്ഷങ്ങളുടെ നഷ്ടം, കോടികളുടെ നഷ്ടങ്ങൾ വരും. ഒരു ഭർത്താവ് നമ്മളെ ദാമ്പത്യത്തിൽ നമ്മളെ ആരാണ് എന്ത് ചെയ്യേണ്ടത്? ഭാര്യയും ഭർത്താവും മക്കളും. ഭാര്യയും ഭർത്താവും, ഒരു ഭാര്യയോ ഒരു ഭർത്താവോ അവിടെ കള്ളങ്ങൾ പറഞ്ഞാൽ അവിടെ ആ പിന്നെ ദാമ്പത്യത്തിന്റെ അടിത്തറ മുഴുവൻ ഇളകി.
നമ്മുടെ ജീവിതത്തിൽ ഓരോ പടികൾ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ ഓരോ സ്വഭാവത്തിലും മാറ്റങ്ങൾ വരുത്തണം. നമ്മൾ കള്ളങ്ങൾ ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരും. അത്രയും ബുദ്ധിമുട്ടായി വന്ന് ചിലപ്പോൾ ചില കള്ളങ്ങൾ നമ്മൾ പറയേണ്ടി വരും. അതല്ലെങ്കിൽ ഒരു മനുഷ്യനെ നമ്മൾ രണ്ട് മനുഷ്യർ ഇടയിലുള്ള പിണക്കങ്ങൾ തീർക്കാൻ നമുക്കിടയിൽ ചെറിയ കള്ളങ്ങളൊക്കെ പറഞ്ഞ് മധ്യസ്ഥർക്ക് അവരെ നന്നാക്കാം. അങ്ങനല്ല വെറുതെ കള്ളങ്ങൾ പറയാം, വെറുതെ സത്യസന്ധത എന്ന് പറയുന്നത് ഭയങ്കരമാണ്. പിന്നെ എങ്ങനെ നിഷ്കളങ്കത നഷ്ടപ്പെടുന്നത്? ചെറിയ കള്ളങ്ങള്, അഭിനയ ജീവിതം, സോഷ്യൽ മീഡിയയിലെ വ്യാജ ജീവിതം, സ്വാർത്ഥത, താരതമ്യം, അസൂയ, അതൊക്കെ ചെറിയ കള്ളങ്ങളൊക്കെയാണ് നമ്മളെ സത്യസന്ധത നഷ്ടപ്പെടുന്നത്. നമ്മൾ ഇന്ന് ചിന്തിച്ചു നോക്കി, ഇന്നലെ നമ്മൾ ആരോടൊക്കെ കള്ളം പറഞ്ഞു? ഇതിലുള്ള എല്ലാവരോടും ചോദിക്കും, ഇന്ന് ഞാനടക്കം നമ്മൾ ഇന്നലെ ആരോടൊക്കെ കള്ളം പറഞ്ഞു? അതല്ലെങ്കിൽ നമ്മൾ ഈ ആഴ്ചയിൽ ആരോടൊക്കെ കള്ളം പറഞ്ഞു? എന്തിനായിരുന്നു നമ്മൾ ആ കള്ളം പറഞ്ഞത്? ആ കള്ളം പറയേണ്ടി വന്നതായിരുന്നോ? അത് സത്യമോ അതോ കള്ളമോ എന്ന് ആ പറയുന്ന വ്യക്തിയോട് അവർക്ക് അറിയാമായിരുന്നോ? നമ്മൾ തന്നെ ചിന്തിക്കൂ. ഇനി നമ്മൾ കള്ളം പറഞ്ഞു തന്നെ വിചാരിച്ചു എന്തെങ്കിലും കാര്യം വലിയ കള്ളം നമ്മൾ പറഞ്ഞു, അന്ന് രാത്രി മനുഷ്യന് ഉറക്കമുണ്ടാവുമോ? നാളെ അവരത് അറിയുമ്പോ, അല്ലേ? അതല്ലേ, ആരും ഉണ്ടെന്നില്ല. ശരിയാണ് സർ മാഡം. നാളെ നമ്മൾ അത് അറിയുമ്പോ എന്തായാലും അവരറിയുമ്പോ നമ്മൾ അവിടെ എന്തായി? നമ്മൾക്കൊരു നമ്മൾ അപമാനിതയായില്ലേ? എന്തിനാണ് നമ്മൾ കള്ളം പറയുന്നത്? കള്ളം പറയാൻ ചില സാഹചര്യങ്ങൾ വരും. അങ്ങനെ സാഹചര്യങ്ങൾ വരുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് കള്ളം പറയേണ്ടി വരും. പിന്നെ അതേമാതിരി സോഷ്യൽ മീഡിയയിൽ വ്യാജ ജീവിതം, ഒരുപാട് റീൽസ് ഒക്കെ കാണുമ്പോൾ ഒരുപാട് നമ്മൾ വിചാരിക്കുമോ അപ്പൊ അധികം പിന്നെ എന്താണ് ഹസ്ബൻഡും വൈഫുമാരുള്ള ഒരുപാട് റീൽസ്, കുറച്ച് പ്രായമായവരുള്ള റീൽസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ അത് കണ്ട് നമ്മുടെ ടൈം തന്നെ പോക്കുക. നമ്മൾ 5 മിനിറ്റ് എടുത്താൽ അരമണിക്കൂറോ 1 മണിക്കൂറോ അതിലേക്ക് നമ്മൾ കടന്നു പോവാം. ഈ വ്യാജ ജീവിതമൊക്കെ കണ്ട് ചിലപ്പോൾ നമ്മളെ നിഷ്കളങ്കത നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. അതൊന്നും സത്യമല്ലല്ലോ. പിന്നെ സ്വാർത്ഥത ഉള്ള മനുഷ്യന് ഇല്ല. ഒരു സ്വാർത്ഥത ഒന്നും ഇല്ല എന്ന് അറിയണ്ടായിരുന്നു. പിന്നെ താരതമ്യം ചെയ്യാം. നമ്മൾ ആരെ പറ്റി നമ്മൾ ഒന്നുകിൽ പണമുള്ളവരെ പറ്റി താരതമ്യം ചെയ്യും. നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്നൊക്കെ ചില ആളുകൾക്കൊക്കെ എന്താ പറയുക സ്വഭാവം ഉള്ളത്, നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പരിപാടിക്കോ അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പരിപാടിക്ക് വിളിക്കുക, നമ്മൾ എത്തിപ്പെട്ട് ചെയ്യുന്നു കഴിഞ്ഞാൽ ചില ആളുകൾക്കൊക്കെ പണക്കാരെ മാത്രം ഒരു മാറ്റി നിർത്തല്, പാവങ്ങളൊരു വേറെ മാറ്റി നിർത്തൽ. ഈ പണക്കാർ ചിലപ്പോൾ വരെ തിരിഞ്ഞുകൂടി നോക്കുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു ഘട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? പണക്കാരെ മാത്രം ഒന്ന് പിന്നെ അവർക്ക് പ്രത്യേക ഒരു പരിഗണന കൊടുക്കുക. പാവങ്ങൾക്കൊരു ചില സ്ഥലത്തൊക്കെ കാണാം, നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഉണ്ട്. അല്ലേ? പണക്കാര് അതുപോലെ ചില ഭംഗിയുള്ള ആളുകളെ അങ്ങനെയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അവര് തീരെ പരിചയമില്ലാത്ത ആളുകളായാലും അവരുമായി പ്രത്യേക ഒരു കൂട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്നും നല്ലതല്ല. ആരായാലും അസൂയ പിന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യനെ മലിനമാക്കുന്ന കാര്യമാണ് അസൂയ. നമ്മളെ വീട്ടിലൊരു കാറ് വാങ്ങി, അപ്പുറത്തെ വീട്ടിലെ സ്ത്രീയോ പുരുഷനോ ആ കാറ് കണ്ട് അതേ കാർ അവര് വാങ്ങുന്നു, അതേപോലെ വണ്ടി, അതായത് വീടിന്റെ പണി മുഴുവൻ കഴിഞ്ഞു. ഓ, നിന്റെ വീടിന്റെ പണിയൊക്കെ മുഴുവൻ കഴിഞ്ഞില്ലേ, ഓ ഞങ്ങൾക്കൊക്കെ അവിടെ കിടക്കുകയാണ്, അത് മതി, അല്ലെ? അതേമാതിരി മക്കളെ പഠനത്തിൽ ചിലപ്പോൾ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ A+ ഒക്കെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടി, ആ കുട്ടി ചിലപ്പോൾ ഒന്നും പഠിക്കണ്ടാവില്ല. അപ്പൊ എന്റെ മോൻ ജയിച്ചൊക്കെ വലിയ ആളായില്ലേ, എവിടുത്തതും ഇങ്ങനെ തന്നെയാണ്. ഒരു അസൂയ വരുന്ന, ചിലപ്പോ നല്ല രീതിയിൽ പറഞ്ഞാൽ അസൂയ വരുന്ന വാക്കുകൾ നമ്മൾ എവിടെ നിന്നൊക്കെ കേൾക്കാറുണ്ട്, അല്ലെ? ഈ അസൂയ എന്ന് പറഞ്ഞത് എവിടെ നിന്നുണ്ടാവുന്നതാ? ആർക്കെങ്കിലും അറിയോ? മനുഷ്യന്റെ മനസ്സിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി. നമ്മളിപ്പോ ഒരാള്, ഞാനായാലും ഇപ്പൊ ഒരു വലിയൊരു വണ്ടി, ഒരു പോർച്ചോ കാറിൽ പോകുമ്പോൾ ഞാൻ വിചാരിക്കും ആ കാറൊക്കെ അത് ആരായിരിക്കും, നമ്മൾ മനസ്സിൽ വിചാരിക്കൂലേ നമുക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ, ഒരാഗ്രഹം, അല്ലേ? ഇല്ലേ? ആർക്കും ആഗ്രഹമൊന്നും ഇല്ലേ? അവിടെ ചെറിയൊരു കുശുമ്പോ അസൂയൊക്കെ ഉണ്ടോ സംശയം? അസൂയൊന്നുമില്ല, അസൂയയില്ല. പക്ഷെ ഒരു അസൂയ ഇല്ലാതൊക്കെ അസൂയ എന്താ പറയാ, നമ്മളെ നശിപ്പിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ. ആരോട് അസൂയപ്പെട്ടത്? പക്ഷെ നമ്മളോട് ചോദിക്കാറില്ല, അടുത്ത വീട്ടിലൊക്കെ നിങ്ങളുടെ വീടിന്റെ പണി ഇതൊക്കെ കഴിഞ്ഞോ, നിങ്ങൾ ഈ വണ്ടിയൊക്കെ എടുത്തോ, ഞങ്ങൾക്ക് ഇതൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെയൊക്കെ ചോദിക്കുന്ന അധികം സ്ത്രീകൾ അവിടെ ഉണ്ടാവുക, അല്ലെ? നമ്മളെ പോലത്തെ സ്ത്രീകളാണ് അധികം ഉണ്ടാവുക.
ചിലപ്പോ അവരൊന്നായിട്ട് ചോദിക്കുന്ന ആവില്ല, അസൂയോണ്ട് ചോദിക്കുന്നതായിരിക്കില്ല. അല്ലെങ്കിൽ മക്കളെ പഠനം ഞാൻ പറഞ്ഞില്ലേ, ഇല്ലേ? അങ്ങനെ ഉണ്ടാവാറില്ലേ? എനിക്കൊക്കെ ഉണ്ടാവാറില്ല കേട്ടോ. സത്യസന്ധതയിൽ എന്തൊക്കെ നമുക്ക് പെടുത്താറ്? ആത്മവിശ്വാസം നൽകണം. നമ്മളൊരാള് ഭയങ്കരമായ വിഷമത്തിൽ ഇരിക്കുന്ന സമയത്ത് അയാളെ ഒന്നും കൂടി വിഷമിപ്പിക്കാൻ പോവാതെ അയാൾക്കൊരു മനസ്സമാധാനം കൊടുക്കുക. ഞാനിപ്പം ഇന്ന് ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് ഇവരൊക്കെ ടെൻഷൻ ആയിരുന്നു. ഞാൻ 2 ദിവസമായിട്ട് ക്ലാസ്സിൽ പ്രിപ്പയർ ആയിട്ടുള്ളൂ. കാരണം വെച്ചാൽ എന്റെ മോളെ ഡെലിവറി ഒക്കെ അടുത്ത് തുടങ്ങി. ഇവിടെ ഇന്നും ഗസ്റ്റ് അതൊക്കെ ആയിട്ടാണ്. അപ്പൊ ആ ഒരു ഇതിൽ ക്ലാസ് ഒന്നും ശരിക്കും നോക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഇന്നലെ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിന്ന് ക്ലാസ്സാണ്, ഭയങ്കര ടെൻഷൻ ഉണ്ട്, എടുക്കാൻ കഴിയുമെന്നൊന്നും അറിയില്ല. ധൈര്യമായിട്ട് എടുത്തോ. കോൺഫിഡൻസോട് കൂടി ഒരേ ആൾ പറയുന്നത്, ധൈര്യമായിട്ട് എടുത്തോ, ആൾക്ക് കഴിഞ്ഞോളൂ. അപ്പൊ അതാണ്. അതേമാതിരി എല്ലാവർക്കും ഉണ്ടാവും ഒരു ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമുക്കൊരു പേടിയോട് കൂടി ഇറങ്ങിയാൽ നമ്മൾ ഒന്നിലും പെർഫെക്റ്റ് അല്ല. കാരണം വെച്ചാൽ ഒന്നും പൂർണ്ണമായിട്ടില്ല. മനസ്സമാധാനം, നമ്മളെ സത്യസന്ധമായ കള്ളത്തരം പറഞ്ഞു മനസ്സമാധാനം എന്ന് പറഞ്ഞില്ല. ഞാൻ പറയാം രാത്രി കിടന്നുറങ്ങാൻ കഴിയില്ല ഒന്ന്. നമ്മളിനിപ്പോ ആരുടെങ്കിലും ഒരു പൈസ വാങ്ങി വെച്ച് പൈസ കൊടുക്കാൻ കഴിയായി, അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം അതിൽ എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മൾ കളവ് പറഞ്ഞു, നമ്മൾക്ക് ശരിക്കും ഒന്ന് ഉറങ്ങാൻ കഴിയും. കാര്യമായിട്ടൊരു കളവാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ അതിലവിടെ സത്യസന്ധതയില്ല. അപ്പൊ നമുക്ക് അല്ല, നമ്മളെ മനസ്സമാധാനം അവിടെ നഷ്ടപ്പെട്ടു. നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുക, നല്ല ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കുക. നമ്മളെ കൂടെ കുറെ ചില പേരൊക്കെ ഉണ്ടാവും, അവൾ അങ്ങനെയാണ്. ഇപ്പൊ ആ രാജാവിന്റെ കഥ പറഞ്ഞു, അവളെ അങ്ങനെയാണ്, അവളെ ഒഴിവാക്കുന്നത്. പക്ഷെ അവരെ നല്ല ബന്ധങ്ങൾ നമ്മൾ സൃഷ്ടിച്ചു കൊടുത്തത് വിശ്വാസ്യത വർദ്ധിപ്പിക്കും, നേത്രഗുണം വളർത്തും. പിന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു തുള്ളി മഷി വീണാല് മുഴുവൻ വെള്ളം മലിനമാകും. ഇഷ്യൂ ഉണ്ടോ? നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടോ? ഹലോ, ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് മാഡം. ഉണ്ടോ? ഇവിടെ ചിലപ്പോ ഒക്കെ ഉണ്ടാവാറുണ്ട്, കുപ്പായതാണ്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു തുള്ളി മഷി വീണാൽ മുഴുവൻ വെള്ളവും മലിനമാകും. അല്ലെ? നല്ലൊരു പച്ചവെള്ളത്തിൽ ഒരു തുള്ളി വെള്ളം, മലിനമായ വെള്ളം വീണാൽ മതി. ഈ ഒരു കളറ് കലക്കി ഒഴിച്ചാൽ ആ വെള്ളത്തിന്റെ കളർ മാറി. അതുമാതിരി മനുഷ്യന് എല്ലാം നമ്മൾ പറഞ്ഞിട്ട് എവിടെയെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ അവിടെ പോയി. അപ്പൊ നമ്മൾ എന്ത് പറയുമ്പോഴും നമ്മള് ചോദിക്കുമ്പോഴും നമ്മളൊരാളെ നന്നാക്കുമ്പോഴും അവിടെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണോ? വേഗം ചില ഈ മധ്യസ്ഥന്മാരൊക്കെ ചാടിയാണ്ട് ഇറങ്ങും. 2 ഭാഗം നോക്കാതെ ഇറങ്ങിയിട്ട് അവരെന്ത് ചെയ്യും? സത്യത്തിന്റെ ഭാഗത്ത് ആരും ഉണ്ടാവില്ല, കള്ളത്തരത്തിന്റെ ഭാഗത്ത് എല്ലാവരും ഉണ്ടാവും. കൂടുതലായിട്ടൊന്നും കാണുന്നത് അങ്ങനെയാണ്. ഇനിയിപ്പോ ഒരു ജയിൽ പുള്ളി, ഇന്നിപ്പോ ഒരു ജയിലിൽ നമ്മളൊരുപാട് ജയിൽവാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ സത്യത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ട ആളുകളായിരിക്കില്ല. ഒരുപാട് പേര് ചിലപ്പം അറിയാതെ പെട്ടതാവും. അല്ലേ? അങ്ങനല്ലേ? അതെ അതെ അല്ലെ? അതെ. ഞാൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞ ആ പോലീസിനല്ല ആര് പറഞ്ഞ, പക്ഷെ കുറെ കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഘട്ടം വരാറുണ്ട്. മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുന്നത് എന്ത് ചെയ്യുക? നമ്മളെ മാറ്റുക. അല്ലെ? സത്യം പറഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് നമ്മൾ സത്യം പറഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മൾ നോക്കാം. ഒരു സത്യം പറഞ്ഞില്ലെങ്കിൽ അവിടെ എന്തായി പറഞ്ഞ മനസ്സമാധാനം, ഉറക്കമൊക്കെ നഷ്ടപ്പെടും. അപ്പൊ മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുന്നതിന് നമ്മൾ ആദ്യം നമ്മളെ മാറ്റുക. പിന്നെ നിഷ്കളങ്കത നമ്മളെ നല്ല മനുഷ്യരാക്കും. സത്യസന്ധത നമ്മളെ വിശ്വസിക്കപ്പെടുന്നു. അറിവ് നമ്മളെ വിജയിപ്പിക്കും. അതുപോലെ തന്നെ അറിവ് നമ്മളെ വിജയിപ്പിച്ച സത്യസന്ധത നമ്മളെ ബഹുമാനിക്കപ്പെടും. അല്ലെ? നിഷ്കളങ്കമായ അദ്ദേഹത്തിന്റെ സൗന്ദര്യം എന്താണ്? സത്യസന്ധത വ്യക്തിത്വത്തിന്റെ സുഗന്ധമാണ്. നിഷ്കളങ്കത ഹൃദയത്തിന്റെ സൗന്ദര്യം, സത്യസന്ധത വ്യക്തിയുടെ സുഗന്ധവുമാണ് നമുക്ക്. നിങ്ങൾ വിശ്വസിക്കുന്ന ചിന്ത, വാക്ക്, പ്രവൃത്തി, നമ്മളൊന്ന് ചിന്തിക്കല്, പ്രവർത്തിക്കല്, ചെയ്യല്. വാക്കൊന്നാവണം, പ്രവൃത്തി ഒന്നാവണം, ചിന്ത ഒന്നാവണം. അല്ലെ? സത്യമായിട്ട് നമ്മൾ എല്ലാം ഒന്നാണെങ്കിൽ ഇത് ചിലര് വാക്കൊന്ന് പറയും. ഇപ്പൊ നമ്മള് ഒരു വ്യക്തി സമയം പാലിക്കും. നമ്മൾ ഇന്നൊരു മീറ്റിങ്ങിൽ പോയി, എല്ലാ ദിവസവും ഒരു മീറ്റിങ്ങിന് പല ടൈമിലാണ് പങ്കെടുക്കുക, പല ടൈമിലാണ് കയറി വരിക.
അയാൾ എന്താണ്, അയാൾ സത്യസന്ധനല്ല എന്ന് പറയാൻ പറ്റില്ല. അയാൾ കള്ളം പറയുന്നില്ല, പക്ഷെ സത്യസന്ധനല്ല. അതേമാതിരി ഒരു ഡോക്ടർ പേഷ്യന്റിനെ നോക്കാനുള്ള ആ ടൈമിൽ എത്തില്ല. അയാൾ പൂർണ്ണ പെർഫെക്റ്റ് അല്ല. അയാൾ കള്ളനും അല്ല സത്യസന്ധനും എല്ലാം അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അയാൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നേരെ ഒരു ടൈം പാലിക്കുന്നില്ല. ജീവിതത്തിൽ പണം നഷ്ടപ്പെട്ടാൽ കുറച്ച് മാത്രമേ നമ്മൾ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, അല്ലേ? ആരോഗ്യം നഷ്ടപ്പെട്ടാലോ കൂടുതൽ നഷ്ടപ്പെടും, അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പണം അല്ല, പിന്നെ ആരോഗ്യം ഒക്കെ നഷ്ടപ്പെടും. പക്ഷെ ഇതൊക്കെ എന്ത് നമുക്ക് തിരിച്ചെടുക്കാം. നിങ്ങളെ നാട്ടിലൊക്കെ ഈ പിന്നെ എന്താ പറയാ, ഈ നാടോടികൾ വരുന്ന സമയത്ത് ഇങ്ങനെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ? നമ്മുടെ ഇവിടെ നമ്മുടെ വീട്ടിന്റെ അടുത്ത് നാടോടിപ്പണി അടുത്ത് വരും. അവിടെ നമ്മളൊക്കെ എല്ലാവർക്കും നല്ലൊരു ഉണ്ടായിരുന്നു. പക്ഷെ കുറെ വർഷം അവരിവിടെ വന്ന് ഇപ്പൊ അവരെ പുറത്തുനിന്ന് കുട്ടീന്റെ ചെയിന് പൊട്ടിച്ചു കൊണ്ടുപോയി. ഒരു വർഷമായിട്ടുള്ളൂ. പിന്നെ സ്ത്രീ ഇങ്ങോട്ട് വന്നിട്ടില്ല. അവർ സേലറ്റാണ്, ആ സേലത്തിൽ അവർ പോയിരുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മള് അവരുമായിട്ടൊന്ന് അകന്ന് നിൽക്കുക. ഞങ്ങളൊക്കെ വീട്ടിൽ നിന്ന് വന്ന് ചായ ഒക്കെ കുടിക്കും. ഡെയിലി വരുന്ന ആളുകളല്ലേ, അവർക്ക് മാസം 2 മാസം കഴിയുമ്പോൾ അവർക്കുള്ള പിന്നെ ആക്രി സാധനങ്ങൾ കൊണ്ടാണ് അവർ വരിക. അപ്പൊ നമ്മൾ അത്രയും കമ്പനിയായ ആളുകളായിരുന്നു. അതിലൊരു സ്ത്രീ, ആ ഒരു സ്ത്രീ ഇപ്പോഴും പിന്നെ വരാറുണ്ട്. മറ്റത് അവരോട് ഞങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് ആ വീട്ടിലേക്ക് കയറ്റാറില്ല. അവർ പറയും ഞങ്ങൾ ഇങ്ങോട്ട് കയറ്റില്ല. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ പുറത്താണ്. അതേമാതിരി അത് ഒക്കെ നമ്മൾ സൂക്ഷിക്കണ്ടേ, അല്ലെ? അങ്ങനെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അതൊരു സത്യസന്ധമായിട്ട് എന്താ വെച്ചാൽ അതൊരു കള്ളൻ അല്ലെങ്കിൽ കള്ളത്തി ഒരു നാടോടിപ്പണി പിന്നെ ആ ലെവലിൽ പോണ സമയത്ത് നമ്മൾ അത്രയും സത്യമായിട്ട് അവരെ വിശ്വസിക്കുക, അല്ലെ? ഒരു മനുഷ്യൻ ഇനിയിപ്പോ നമ്മളെ വീട്ടിൽ ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്ന് ഒരു മലയാളിയോ ഒരു ബംഗാളിയോ അതല്ലെങ്കിൽ വേറെ അങ്ങനെ പുറത്തുനിന്ന് ഒരാള് നമ്മളെ നാട്ടിലേക്ക് വന്ന് നമ്മൾ അത്രയും അവരെ അടുപ്പിച്ച് അവരെ സ്നേഹം കൊടുത്ത് വളർത്തി ലാസ്റ്റ് അവരെന്ത് ചെയ്യും? നമ്മളെ പറ്റിച്ചവർ കളയും, അല്ലെ? അതുപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായവരുണ്ടായിരിക്കും. അതൊക്കെ നമ്മളെന്താ അറിയോ, അതൊക്കെ ചില മനുഷ്യരുടെ എന്താ പറയാ ദുശീലങ്ങളാണ്. ആ കുട്ടീന്റെ ചെയിന് പൊട്ടിച്ചു പോയ കുട്ടി ഇന്നും ഒരു പേടിയോട് കൂടി ജീവിക്കുന്നത്. അത് കഴിഞ്ഞപ്പോ ഉമ്മ ബാത്റൂമിലെറ്റാണ് പറയുന്നത്. ആ കുട്ടി ഇന്നും ആ പേടിയിലാണ് ആ കുട്ടി ജീവിച്ചിരിക്കുന്നത്. ചെറിയൊരു കുട്ടിയാണ്, 2 വയസ്സാണ്. അപ്പോൾ അതിന് ആ പേടി ഇവിടൊക്കെ കൊണ്ടുപോയിട്ട് ആ കുട്ടിക്ക് ആ രോഗം പിന്നെ ചെയിന് പൊട്ടിച്ച ഒരു ഭീതിയാണ്. ഞെട്ടി ഉണരുക, കരയുക എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഒരു കുട്ടി പിന്നെ സത്യസന്ധത ഞാൻ പറയുന്നത്, ചെറിയൊരു കുട്ടി വഴിയിലൂടെ നടന്നു പോവാണ്. ആ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു 10 രൂപ കിട്ടി, അല്ല 10 രൂപ ഒരു പൈസ കിട്ടി. അത് അവൻ അമ്മയെ ഏൽപ്പിക്കുന്നത്. അതെന്താണ് അവിടെ വരുന്നത്? ആ കുട്ടിയുടെ നിഷ്കളങ്കതയല്ലേ. ആ വഴിയിൽ നിന്ന് കിട്ടിയ പൈസ ആ കുട്ടി എടുക്കുന്നില്ല. അത് ആ കുട്ടിക്ക് ശരിയായ കാര്യം ചെയ്യാനുള്ള മനസ്സിന്റെ ഉടമയാണ്. അവിടെ കള്ളമില്ല, നല്ല ശുദ്ധി, അല്ലെ? പാവത്വം, മലിനമില്ലാത്ത അവസ്ഥ, മനസ്സ് മലിനമില്ലാത്ത അവസ്ഥയാണ്. ചെറിയ എന്താ പറയാ, ആരും കാണാത്ത പിന്നെ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് സത്യസന്ധതയോട് കൂടി നമ്മൾ ചെയ്യാണ്. പക്ഷെ നമ്മൾ പറഞ്ഞില്ല, നമ്മളെ മുന്നിൽ നമ്മൾ അഭിനയം നടിക്കുന്നവർ അവരെ നമ്മളെ എന്ത് അത് അവോയ്ഡ് ചെയ്യാം. നമ്മളെ മുന്നിൽ അഭിനയിച്ചു വരുന്ന എന്ത് കാര്യത്തിലും അഭിനയിച്ചു വരുന്നവരുണ്ടാവാം. അറിവ് സത്യസന്ധമായി നമ്മളെ ബഹുമാനിക്കപ്പെടില്ലേ? നിഷ്കളങ്കമായ ഹൃദയത്തിന്റെ സൗന്ദര്യമാണ്, സത്യസന്ധ വ്യക്തിത്വത്തിന്റെ സുഗന്ധമാണ്. ഇത് രണ്ടുമുള്ള മനുഷ്യന് ലോകം ബഹുമാനം നൽകും. കാരണം അവന്റെ ഏറ്റവും വലിയ സത്യസന്ധ പണമല്ല വിശ്വാസമാണ്. നമ്മളെ ഹൃദയത്തിന്റെ സൗന്ദര്യം, അല്ലെ? സത്യസന്ധതയും നിഷ്കളങ്കതയും ഉള്ള ഒരു മനുഷ്യൻ എന്ത് ചെയ്യും? അവനക്ക് വലിയ ബഹുമാനം നൽകും, അല്ലെ? അവന് പണമല്ല അവിടെ സ്വാധീനിക്കുന്നത്, അവന്റെ സ്വഭാവത്തെയാണ്, അല്ലെ? മരണം വരെ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് എന്ത്? ആരെ വിശ്വസിക്കും? അഭിനയത്തിന്റെ മുന്നിൽ നമ്മളെങ്ങനെ പിടിച്ചു നിൽക്കും, അല്ലെ? ഇന്ന് ആരെ വിശ്വസിക്കും? ചില സംസാരങ്ങൾ കൊണ്ടോ ചില വേറെ എന്തെങ്കിലും
ഓഫീസിലോ ഏതെങ്കിലും ഒരു ജോലിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അന്ന് നമ്മൾ വിചാരിക്കുക ആരെ വിശ്വസിക്കും അല്ലെ? അത്രയും അല്ലെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ? ആർക്കെങ്കിലും ഉണ്ടാവും. ആർക്കും ഇല്ല ഇതിന് ആരെ വിശ്വസിക്കും? എന്തെങ്കിലും പ്രശ്നം വന്നാല് ആരോടത്തി പറഞ്ഞു കഴിഞ്ഞു വെച്ചോ, നമ്മള് ചിലപ്പോൾ പറയണ്ടെന്നുള്ള കാര്യം വേറൊരാള് നമ്മളെ ഗ്രൂപ്പിലുള്ള ഒരാൾ ആരോടെങ്കിലും പറഞ്ഞു. അപ്പൊ ആരാ പറഞ്ഞത് നമുക്കറിയില്ല, പക്ഷെ ആരെ വിശ്വസിക്കും? ഞാനൊക്കെ എത്ര വിചാരിച്ചിട്ടുണ്ട്, ആരെ വിശ്വസിക്കും? എത്ര വിചാരിച്ചിട്ടില്ലേ? ഓ, മനസ്സിലായില്ലേ? ഹലോ, യെസ് മാം, പറഞ്ഞോളൂ. ഹലോ. അല്ലെ? ആര് വിശ്വസിക്കില്ലേ? നമ്മൾ അങ്ങനെ ഒരു ഇതുണ്ടായില്ലേ നമുക്ക് സാർ? എന്താണ്, പറയൂ. നമ്മള് എന്തെങ്കിലും ഒരു നമ്മളിപ്പോ എന്തെങ്കിലും ഒരാളോട് ഒരു സ്വകാര്യത പറഞ്ഞു, ഒരു ഗ്രൂപ്പിൽ പറഞ്ഞു, ആരോട് പറയണ്ട. അപ്പൊ അത് ആരോ എന്ന് പുറത്ത് പബ്ലിക് ആക്കി. നമ്മളത് കഴിഞ്ഞ ശേഷം ആരാ ഇപ്പൊ ഇത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആരെ വിശ്വസിക്കും? എന്തെങ്കിലും ഒരു കാര്യം നല്ലത് ചെയ്താലും നമ്മളത് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആരെ വിശ്വസിക്കും എന്നുള്ളൊരു ചിന്ത. ഒരു ഗ്രൂപ്പ് ആവട്ടെ, ഏതൊരു മനുഷ്യനാവട്ടെ, അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും പെട്ടെന്ന് നമ്മൾ ചിന്തിക്കൂലേ ആരെ നമ്മൾ വിശ്വസിക്കുക? മരണം വരെ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് ആര് വിശ്വസിക്കുന്നത്. ഞാൻ പറയും, നമുക്കൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആരെയും എന്തെങ്കിലും പറഞ്ഞോ, പുറത്തുനിന്ന് പറഞ്ഞോ പറയും, ഇതിലിപ്പോ ആരെ വിശ്വസിക്കുക? ആരും വിശ്വസിക്കാൻ ചെയ്യും. നമ്മളെ തന്നെ വിശ്വസിക്കാൻ ചെയ്യും. മനസ്സിലായിട്ടേ തോന്നുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും എല്ലാവരും സംശയത്തിന്റെ അല്ല നിഴലിലാവും. നമ്മളെ ആ നമ്മൾ മനസ്സിലായോ? ആ ആ മേഡം, അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ ചിലരൊക്കെ എത്ര ആൾക്കാരുടെ അഭിനയം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? പിടിച്ചു പറ്റും. പക്ഷെ അവരെ വിശ്വസിച്ച് പോകരുത് ആരും. ഇപ്പം വിശ്വാസത്തിലെ ഒരു 10% ആളെ പോലും വിശ്വാസത്തിൽ എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ രീതിയുള്ളത് ഓരോരോ കാര്യങ്ങൾ. കറക്റ്റ് ആണ് സാർ പറഞ്ഞത്. ആരെയും വിശ്വസിക്കുന്നില്ല. പക്ഷെ ചില ആളുകളൊക്കെ എന്ത് കൂട്ടിപ്പിടിച്ച് നിൽക്കുക, അത്രേ ഉള്ളൂ. ജീവിതത്തിൽ പണം നഷ്ടപ്പെട്ടാൽ നമുക്ക് അത് കുറച്ച് നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ അത് കുറച്ച് കൂടുതൽ നഷ്ടപ്പെട്ടാലും നമുക്കത് വീണ്ടെടുക്കാം. എന്നാൽ സത്യസന്ധത, വിശ്വാസം നഷ്ടപ്പെട്ടാൽ ജീവിതത്തിന്റെ അടിത്തറ തന്നെയാണ് നഷ്ടപ്പെടുന്നത്. അതിനാൽ ഓരോ ദിവസവും സ്വയം ചോദിക്കുക, ആരും കാണാത്തപ്പോൾ പോലും ഞാൻ സത്യസന്ധനാണോ? ആ ചോദ്യത്തിലുള്ള നിങ്ങളുടെ ഉത്തരം തന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം. ആരും കാണാത്തപ്പോഴും ഞാൻ സത്യസന്ധനാണോ? അതല്ലെങ്കിൽ ഞാൻ കളവ് പറയുന്നില്ല, ഞാൻ കള്ളം പറയുന്നുണ്ടോ? ഞാൻ സത്യമായിട്ടാണ് ജീവിക്കുന്നത്? അല്ലെ? ആരും പെർഫെക്റ്റ് ആയിരിക്കില്ല, എന്നാലും ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾക്ക് കള്ളം പറയേണ്ടി വരിക, എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. എന്നാലും നമ്മൾ ചിന്തിക്കുക, അതല്ലെങ്കിൽ ഈ ആഴ്ചയിൽ നമ്മൾ എന്തിനാ കള്ളം പറഞ്ഞ് നമ്മൾ സ്വയം മനസ്സോട് ചോദിക്കുക. ഞാനും നിങ്ങളൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനസ്സോട് ചോദിക്കുക, ഈ ആഴ്ച നമ്മൾ കള്ളം പറഞ്ഞോ? ചിലപ്പോൾ കുട്ടികളോട് ഒരുപാട് കള്ളം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലേ? ഈ ആഴ്ചയിലൊക്കെ കള്ളം പറയാത്ത ആരും ഉണ്ടെന്നില്ലല്ലോ? ആരും ഉണ്ടായിട്ടില്ല അല്ലേ? ആരൊന്നും മിണ്ടുന്നില്ല. ഹലോ മേഡം. നമ്മളാ ബിഷപ്പിനെ തന്നെ അയച്ചാൽ മതി. അയാളെ നല്ലൊരു മനസ്സല്ലേ അയാളത് ചെയ്തു കൊടുത്തത്. ഒരു കള്ളനെ ഇരുത്തി നല്ലൊരു മനുഷ്യനാക്കി. അങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടില് ഒരു ലേബർ ഉണ്ടെങ്കിൽ അവനെ നന്നാക്കുക. ഏറ്റവും വിലയേറിയ സമ്പത്ത് തന്നെയാണ് നമ്മളെ വിശ്വാസവും ഈ നിഷ്കളങ്കത എന്നൊക്കെ പറഞ്ഞത്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? ഹലോ മാം, ഗുഡ് മോർണിംഗ്. നല്ലൊരു ടോപ്പിക് ആയിരുന്നു ഈ പറഞ്ഞ പോലെ. വിശ്വാസം എന്നുള്ളത് നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അത് പിന്നെ നമ്മൾ ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ എന്തെല്ലാം ചെയ്താലും അത് അവർക്ക് ജീവിതകാലം മുഴുവൻ അത് മനസ്സിലുണ്ടാവും എന്നുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എളുപ്പം, എനിക്കൊന്ന് കുറച്ചും കൂടി എളുപ്പം സത്യസന്ധര ആവാൻ ആണ്. കാരണം ഇപ്പം കള്ളം പറയുകയാണെങ്കിൽ നമ്മൾ ഒരേ കള്ളം തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ ഓർത്തിരിക്കണം എന്താ പറയേണ്ടതെന്നുള്ളത്. സത്യം പറയുകയാണെങ്കിൽ നമ്മളത് ഓർത്തിരിക്കണം എന്നില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ കൂടുതൽ എഫേർട്ട് വേണ്ടത് കള്ളം പറയാനാണെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും നല്ല ടോപ്പിക് ആയിരുന്നു. എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.
എല്ലാവരും ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. നല്ല ക്ലാസ് ആയിരുന്നു മാഡം. എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. കണ്ണടച്ചങ്ങ് വിശ്വസിച്ചു പോയാൽ നമ്മൾ കബളിപ്പിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ വിശ്വാസം വേണം. വിശ്വാസം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഒട്ടും ആരെയും നമ്മൾ വിശ്വസിക്കാതിരുന്നാൽ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകില്ല. വിശ്വാസം വേണം. പക്ഷേ ഒരു അതിനൊരു ലിമിറ്റേഷൻ വേണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരെയും അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമല്ലോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മൾ നിർബന്ധമായിട്ടും സത്യസന്ധമായിട്ട് പെരുമാറാൻ നോക്കുക. എല്ലാവരുടെ മുമ്പിൽ കള്ളം പറയാതിരിക്കാൻ ശ്രമിക്കുക. കുഞ്ഞു കള്ളങ്ങളൊക്കെ ചിലപ്പോൾ പറയേണ്ടി വരും. എന്നാൽ തന്നെയും നമ്മൾ വലിയ കള്ളത്തിലേക്കൊന്നും പോകാതെ എന്നാലേ നമുക്ക് മനസ്സമാധാനവും നമ്മുടെ ജീവിതം മുമ്പോട്ടും പോവുകയുള്ളൂ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തില് ഏറ്റവും കൂടുതൽ 90% നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. 10% ഉണ്ടാവും. അവരെ നമ്മൾക്ക് കണ്ടുപിടിക്കാം. ശരി മാഡം, നല്ല ക്ലാസ് ആയിരുന്നു. സത്യസന്ധയുടെ അതൊരു ഉറക്കവും മനസ്സമാധാനം ഒന്നും നമുക്ക് കിട്ടില്ല അല്ലേ? നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. നമ്മളൊരു കള്ളം പറഞ്ഞാല് ശരിയാ. അതേപോലെ നമ്മൾ ആരെങ്കിലും ഒരു പൈസ പറ്റിച്ച് നമ്മളൊരു 100 രൂപ ഹലോ 100 രൂപ ഒരാളെ നമ്മൾ പറ്റിച്ച് 100 രൂപ നമ്മൾ ഒരാളെ പറ്റിച്ചുണ്ടാക്കി വെച്ചു. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സാധനം നമ്മള് അവര് അവര് കാണാതെ എടുത്തു. പക്ഷെ ആ 100 നമ്മൾ 200 കൊടുക്കേണ്ടി വരും എവിടെയെങ്കിലും. നമ്മളത് 200 ആയാലും നമ്മുടെ വിഷമം തീരില്ല. അത് നമ്മുടെ 200 നമ്മള് പിന്നെ നമ്മളൊരു പറമ്പുണ്ട്, തേങ്ങ വലിച്ച് അല്ലെങ്കിൽ തേങ്ങ അതല്ലെങ്കിൽ അണ്ടി അടക്ക ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കളവ് പോകുന്ന ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്. അവിടെയൊക്കെ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോയാൽ വെറുതെ കാര്യമില്ല. ചിലപ്പോ ആരെങ്കിലും കുട്ടികളൊക്കെ എടുത്തുകൊണ്ട് പോവുക. പക്ഷെ നല്ല ചില ആളുകളുണ്ട്, ചില ആളുകളൊക്കെ എടുത്തു കൊണ്ടുപോകും, പറയും ഇതിങ്ങനെ കൊണ്ടുപോകരുത് എന്നൊക്കെ പറയും. നമ്മൾ ആ തേങ്ങ ആരും എന്നോടൊക്കെ പറയാം, ഞാനേ വേണ്ടി ചെയ്യില്ല, ആൾ കൊണ്ടുപോയിക്കോട്ടെ വയ്ക്കും. പക്ഷെ അത് എന്തൊരു മനുഷ്യനെ അത് 1 രൂപ ഒരാളത് എടുത്തു, ഒന്നും മനസ്സമാധാനം ഉണ്ടാവില്ല. അതിന്റെ ഇരട്ടി എന്ത് ചെയ്യും, നമ്മളെ കയ്യിൽ നിന്ന് നമ്മൾ നഷ്ടപ്പെടും. അത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഒരു തേങ്ങ എടുത്തു എന്ന് പറഞ്ഞാൽ ആ വെള്ളയ്ക്ക് അത് പറഞ്ഞാൽ ചാടിപ്പോയാൽ നമ്മളത് സഹിക്കുകയാണ്. പക്ഷെ അവന്റെ ദാരിദ്ര്യം കൊണ്ടായിരിക്കും അവരെടുത്ത് അത് കൊണ്ടുപോക്കോട്ടെ എന്ന് വിചാരിക്കുക. അത് നമ്മൾ പറയാ അങ്ങനെ വിചാരിക്കും. ചില ആളുകളുണ്ടല്ലോ, അത് വാവല്ല അവർക്ക് ഇല്ലാഞ്ഞിട്ടല്ലേ എന്ന് വിചാരിക്കും. ഞാൻ കൊണ്ടുപോയിക്കോട്ടെ അറിയാം, നമ്മളൊന്നും പറയണ്ടല്ലോ. അല്ലാതെ വെള്ളയ്ക്ക് അത് തേങ്ങയായിട്ട് പിടിച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നില്ലല്ലോ. അതിപ്പോ അത് അപ്പോഴേ ചാടിപ്പോയി എന്ന് വിചാരിക്കാം നമുക്ക്. അങ്ങനെ എന്നാലേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ഞാൻ മൈൻഡ് ചെയ്യാറില്ല അങ്ങനത്തെ കാര്യത്തിലൊന്നും മൈൻഡ് ചെയ്യാറില്ല. കാരണം വെച്ചാൽ അവർക്ക് ഇല്ലാഞ്ഞിട്ടാവും ഒരു ചിന്ത നമ്മളെ മനസ്സ് വന്നാൽ പ്രശ്നമില്ല. പക്ഷെ ചിലവരുള്ളവരായാലും പിന്നെ ചാക്കോട് കൂടി തേങ്ങ പൊളിച്ച് വെച്ച ചാക്കോട് കൂടി ഒക്കെ എടുത്തു കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അവരൊക്കെ പറയും, ഇത്രയും മനസ്സ് കളങ്കമില്ലാത്ത മനുഷ്യന്മാരെ വെച്ചു, ഇത്രയും ഇത് എവിടുത്തെ ആളാണ് മനുഷ്യന്മാർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ അവരാ ആ പറയുന്നതിൽ തന്നെ ആ ചങ്ങായിക്ക് അതിന്റെ ശാപം വലിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു ശാപവാക്കുകൾ ചിലവരൊക്കെ പറയല്ലോ, നഷ്ടപ്പെട്ടോട്ടെ അവന്റെ മുഴുവൻ പറയും അല്ലേ? അപ്പം അവിടെയൊക്കെ നമ്മൾ കഴിയുന്നതും അർഹതയില്ലാത്ത ഒരു 10 പൈസ പോലും നമ്മൾ ആഗ്രഹിക്കരുത്. നമ്മളത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സമാധാനം പോവും. ആ 10 പൈസക്ക് വേണ്ടി 20 പൈസ ചെലവാക്കിയാലും ആ സമാധാനം തിരിച്ചു കിട്ടുകയില്ല. അപ്പോൾ നമുക്ക് സമാധാനം എന്നല്ല നമ്മളെ പിന്നെ നമ്മളെ നഷ്ടപ്പെട്ട് നമ്മളെ ആ വിശ്വാസം ആണല്ലേ അല്ലേ? പിന്നെ എവിടെ കാണുമ്പോ അയാൾ ആ നോട്ടപ്പള്ളി ആയിരിക്കും. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. യെസ്. എന്താ പേര്, ആരെ പറഞ്ഞു? ഗുഡ് മോർണിംഗ് മാഡം. അതെ, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. ഹാപ്പി മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹാപ്പി മോർണിംഗ്. ഇതിപ്പോ കളവ് എന്ന് പറയുമ്പോ ഒരു കളവ് പറഞ്ഞാൽ ചിലപ്പോ ഒരുപാട് കളവുകൾ പറയേണ്ടി വരും. അപ്പൊ അത് അങ്ങനെ ഭയങ്കര ടെൻഷൻസ് ആവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മളെ ഗുഡ് വില്ല് പോവും. എങ്ങനെയാലും എന്താണ് നല്ല ആളാണെങ്കിൽ എങ്ങനെയെങ്കിലും അത് പിടിക്കപ്പെടൂ എന്ന് പറയുന്നത് മറ്റുള്ളവർ നല്ല രീതിയിലുള്ള വിവരമുള്ള ആളാണെങ്കിൽ. അപ്പോ പിന്നെ വേറൊരു കാര്യം വെച്ചാല് ഈ മഹാത്മജി പോലും പറഞ്ഞിട്ടുണ്ട്, വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മറ്റൊരാളെ സഹായിക്കാൻ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഇപ്പൊ ഒരു കോടതിയിൽ ഒരു കേസ് ഉണ്ടെന്ന് വിചാരിച്ചോ, അപ്പോൾ ഒരു ആക്സിഡന്റ് ആയിപ്പോയി. ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മനഃപൂർവ്വം ഒന്നല്ല എന്ന് പറയുന്നത് ആക്സിഡന്റ് ആകുന്നത്. അപകടം വിചാരിക്കാണ്ട് അപകടങ്ങൾ വരുന്നുണ്ട്.
അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സാക്ഷി എന്ന് പറഞ്ഞാല് അത് അവര് എന്താ പറയണ്ട, അത് ഞാൻ കണ്ടിട്ടുണ്ട്, അത് എന്ന് പറയണ്ട അങ്ങനെ ചെയ്തതല്ല, മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ നിന്ന് അവരെ രക്ഷിക്കാനൊക്കെ പറ്റും. അങ്ങനെ ഒരു മറ്റുള്ള ആളെ അതെ. ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകാരത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കളവ് പറയുന്നത് വലിയ ആ, തെറ്റില്ല എന്ന് ഒരു മഹാത്മജി പറഞ്ഞിട്ടുണ്ട്. മഹാത്മജി അപ്പൊ ഞങ്ങളെ അങ്ങനെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളെ ദീനി ഞങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ ചില സാഹചര്യങ്ങൾ ഒരു മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയൊക്കെ ചെറിയ കളവുകളൊക്കെ ഒരു മധ്യസ്ഥനൊക്കെ പറയാം. നിങ്ങൾ പറഞ്ഞ മാതിരി ചെറിയൊരു കളവൊക്കെ പറയാം. അതൊക്കെ ഒരു മനുഷ്യൻ നന്നാവാൻ വേണ്ടി, നല്ല രീതിയിലാവാൻ വേണ്ടി. സാർ പോയോ? ഇല്ല മാം, എല്ലാരും ഫീഡ്ബാക്ക് പറയൂ. സൂസമാം ഉണ്ടാവില്ലേ? ഉം. എല്ലാരും ഫീഡ്ബാക്ക് പറഞ്ഞെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം സെഷൻ മാം എടുത്ത ഹൗസിയം പറയൂ. മാം ആം, നല്ല ടോപ്പിക്കായിരുന്നു. മാമിന്റെ പേരെന്താ? ഫൗസിയ. ഫൗസിയ. ഇൻട്രോ പറഞ്ഞപ്പോഴേ ഇവിടെ ഞാൻ മഹാരാഷ്ട്രയിലെ റേഞ്ചിന്റെ ഒരു ചെറിയ ഇതുണ്ട്, ഭയങ്കര അതെ അതെ. ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു. അതെ. ആ ടോപ്പിക്ക് ടോപ്പിക്ക് കൊള്ളായിരുന്നു, കേട്ടു. അവിടൊക്കെ സ്റ്റോറിയൊക്കെ മഴയില്ലേ? കൊള്ളായിരുന്നു. ഇവിടെ മഴയാ ഫുള്ള്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ ഇന്നലെ വീഡിയോ കോൾ ചെയ്ത് കാട്ടി തന്നിരുന്നു. ഞങ്ങള് പനവേല് കഴിഞ്ഞ. ആ പിന്നെ സ്റ്റോറി കേട്ടപ്പം ഞാൻ സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോയി. ഞാൻ സ്കൂളിൽ പഠിച്ചതാ. ടീച്ചർ ലാസ്റ്റ് കുറച്ച് സമയമുള്ളപ്പം പറഞ്ഞു തന്നാണോന്ന് അറിയത്തില്ല, പാഠത്തിലെ ആ ആണോന്ന് അറിയത്തില്ല. ഒരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഞാൻ പഠിച്ച അത് ഒരു സ്റ്റോറി അല്ലേ? പള്ളിയിലച്ഛൻ. എന്റെ മനസ്സിൽ ആ എന്നും അതുണ്ടായിരുന്നേ. ഈ അടുത്ത ആ സമയത്ത് ഞാൻ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ അത് ഓർക്കും. പ്രീസ്റ്റ് അല്ലേ, കള്ളനോട് ഉം. കാണിച്ച ഒരു സിമ്പതി പോലീസ് പിടിച്ചപ്പം അത് ഞാൻ കൊടുത്തത് അതിനാ, അതിനെ പിടിച്ചെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഉം, സ്റ്റോറി ഉം, 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 ഉം. കുട്ടിയായിരുന്നപ്പോ നമ്മള് കേട്ടതൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അത് അതെ, പിന്നെ അതുണ്ടാവല്ലോ. അതുപോലെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പല പല സിറ്റുവേഷനിലൊക്കെ വരുന്ന സമയത്ത്, ഈ അടുത്ത സമയത്ത് ഞാൻ പറയുന്ന അങ്ങനെ അതിൽ എന്റെ മോനാണല്ലേ, മോന് ഉം. അവൻ പൈസ വെച്ചിരുന്ന അവൻ എന്നോട് പോയി അത് എടുത്തായിരുന്നു. അതെ അപ്പൊ അതെ അതെ. ഒരിക്കലും ഞാൻ അതെ. അവനെ അങ്ങനെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഉം. നിനക്ക് വേണമായിരുന്നെങ്കിൽ ചോദിക്കാമായിരുന്നു. കള്ളൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല. അതൊക്കെ പിന്നെ ഓ, അതെ കുട്ടിയല്ലേ. അതെ അതെ. ആ അപ്പൊ അവന് ആവശ്യമുണ്ടെന്ന് തോന്നി, അവന് എന്തോ ആവശ്യമുള്ളത് അവൻ വെളിയിൽ പോയി അവൻ എന്തോ വാങ്ങി, കഴിക്കാനുള്ളതാ വാങ്ങി. ഉം, ഉം, അപ്പൊ ഉം, അവന്റെ ഒരു ഉം, ഇഷ്ടമാ, ചോദിച്ചാൽ തരത്തില്ല. അപ്പൊ അത് ഉം. ഇച്ചിരി അതെ, വിലയുള്ളൊരു പേടിച്ചിട്ട്. സാധനമാണ്. ആ ആ ഇപ്പോഴും അതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതുപോലെ ഒരുപാട് സന്ദർഭങ്ങളിലും ഇതുപോലെ പല അങ്ങനെ കാര്യങ്ങളും വീണ്ടും ഒരുപാട് സിമ്പിൾ. വീണ്ടും നമ്മൾ എന്ത് ചെയ്യാ, ഓനെ കാണാൻ നമ്മൾ കുറച്ച് പൈസ അവിടെ വെക്കുക, അവൻ ചെയ്യുന്നുണ്ടോ നോക്കുക, ഒന്നും പറയണ്ട. ഇല്ല, ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. ഇപ്പൊ ആ ഇല്ല ആ അല്ല അങ്ങനൊന്നും. അല്ല മനസ്സിലായി. ഇപ്പൊ അല്ല അങ്ങനെയല്ല നമ്മള് ബാക്കിയൊക്കെ പറഞ്ഞ, ഇട്ടേലും അങ്ങനെയൊക്കെ കൊണ്ട് ചെയ്യണം. തരും. ഉം. അതെ അതെ. അതാ നമ്മുടെ. ആ പിന്നെ നമ്മള് കള്ളാന്നൊക്കെ വിളിച്ചു കഴിഞ്ഞ കുട്ടിയല്ലേ, അത് ആ, മനസ്സിൽ കിടക്കും പിന്നെ ആ കുട്ടി ട്രോമയായിട്ട്. അങ്ങനെ അതുകൊണ്ട് ആവും, നമ്മള് ആ കുട്ടി അങ്ങനെ ആവും. ആ ഉം. ആ അങ്ങനെ പറഞ്ഞ് അതുപോലെ കേക്കാം. അതുപോലെ തന്നെ അതേ രീതിയിലുള്ള പല പല കാര്യങ്ങള് ജീവിതത്തില് കുട്ടിയായിരുന്നപ്പോ കേട്ട ഓരോ ഉപദേശങ്ങളൊക്കെ നമ്മുടെ ലൈഫില് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നുള്ളതൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ അതെ. ആ ഒരു സ്റ്റോറി പഴയ പഴയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയി. നല്ല അതെ. ടോപ്പിക്കായിരുന്നു. വിളക്കണക്കുകൾ എന്ന് പറയുമ്പോ ഞാൻ ഈ നിത്യേന മനുഷ്യൻ ശാന്ത നോക്കി. ഇത് ഏ മനുഷ്യന് ഉം. മാറ്റേണ്ട സ്വഭാവങ്ങളാണ് പറഞ്ഞത്. അസൂയായാലും അഹങ്കാരമായാലും എല്ലാം. ഉം. ഒക്കെ ഓക്കെ, താങ്ക് യു മനുഷ്യന് മാം. മാറ്റണം. എന്തെങ്കിലും ഒന്നും ഇല്ലാതെ മനുഷ്യ ജീവിതം ഉണ്ടാവില്ല. അല്ല, എല്ലാരും ഇപ്പൊ പെർഫെക്റ്റ് അസൂയ എന്നൊക്കെ ആയിരിക്കില്ല. പറഞ്ഞ് സ്വയം നശിക്കത്തതേ ഉള്ളൂ. അസൂയയെ അതെ അതെ അതെ. അഹങ്കാരം എല്ലാം കാരണം നമ്മുടെ ഉള്ളിൽ നിന്നല്ലേ ഇത് വരുന്നേ. കുറച്ചൊരു പ്രായ ആൾക്കാർ അടുത്തുണ്ടെങ്കിൽ അവര് ഓടി വന്ന് ചോദിക്കാം, അതൊക്കെ അവിടെ ആയോ, അതൊക്കെ ആയോ, അങ്ങനെ ഒരു ചോദ്യങ്ങൾ കേൾക്കുമ്പോ പിന്നെ ഇതൊക്കെ ഓരോ പിന്നെ വേറൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ. ആഹ് ഉം, പണം ഉള്ളവരും പണം ഇല്ലാത്തവരും ആ തമ്മിലുള്ള ഇത്.
അത് അത് അതന്നെ. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ അച്ഛൻ ഒരുപാട് സങ്കടത്തിൽ പറഞ്ഞു. ഞങ്ങളുടെ അച്ഛന് സാധാരണ ഒരു ഈ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആ ഒരു അനുഭവം ഉണ്ടായി, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ അമ്മയുടെ വീട്ടിൽ പോയപ്പോ, അമ്മയുടെ വീട് നല്ല ആ പൈസക്കാരാ. അപ്പൊ ഏതോ ആ ആവശ്യത്തിന് അവിടെ ചെന്നതാ. ചെന്ന് ആ വിളിച്ചിട്ടാ പോയത്, അമ്മയുടെ ആങ്ങളെ ആ വിളിച്ചിട്ടാ പോയത്. അവിടെ ആങ്ങളെയൊക്കെ ആ ആ പഞ്ചായത്തിലെ മരിച്ചുപോയി പഞ്ചായത്തിലെ ഓഫീസറായിരുന്നു. അപ്പൊ ആ എന്റെ അച്ഛനെന്ന് സാധാരണ ഒരു കൂലിപ്പണി ചെയ്യുന്ന സാധാരണ ഒരാളാ. നല്ലൊരു വസ്ത്രം പോലും ഇല്ലായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. വെളിയിലൊക്കെ പോകാൻ ആ ഒരെണ്ണങ്ങാണ്ടേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ആ ചെന്നപ്പം ഇതുപോലെ അവരുടെ അവരുടെ വൈഫിന്റെ, അതായത് ഉം. എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ ഭാര്യയുടെ ബന്ധക്കാരൊക്കെ വന്നപ്പോൾ, ആ പൈസക്കാരല്ലേ, ആ അവരൊക്കെ ആ ആ ഭയങ്കരമായിട്ട് അതെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അച്ഛന് മൈൻഡ് ചെയ്തില്ല. ആ പക്ഷെ അതെ എൻ്റെ അമ്മയുടെ ആങ്ങളെ അവിടെ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് സംഭവിക്കത്തില്ല. എൻ്റെ അമ്മയുടെ ആങ്ങളെ ഭയങ്കര ആ ജീവനായിരുന്നു എൻ്റെ അച്ഛനെ. ആ ആ ആ എൻ്റെ അങ്കിളായിട്ട് വരും. പക്ഷെ എൻ്റെ ആ അച്ഛനെ ഒരു വാക്കുപോലും പറയാതെ അവിടുന്ന് സൈക്കിൾ ചവിട്ടി ചെങ്ങുന്നൂന്ന് ഞങ്ങളുടെ വീട് വരെ എന്ത് ലെന്താന്നറിയോ, സൈക്കിളിട്ട് ആ വേദനയോടെ വന്നിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ അതേ ആ പിന്നെ എൻ്റെ അതല്ല അച്ഛൻ ചില പോയിട്ടേ ഇല്ല. ആ അതേ പിന്നെ ചില ഒരിക്കലും എൻ്റെ അച്ഛൻ സ്ഥലത്ത് കുട്ടിയെ പിന്നെ ഹൃദയത്തിൽ കൊണ്ടത് ഒരുപാട്. ചില ഉം. സ്ഥലത്തൊക്കെ ചിലപ്പോ സ്വന്തം ചോരകൾ തന്നെ നമ്മോട് ചെയ്യും അത്. അങ്ങനെയല്ല, ചില ആളുകൾ നമ്മളെ അവരെ അവഗണിക്കുക, മറ്റുള്ളവരെ ഒന്ന് എന്താ ഇപ്പോഴും പറയാ ഉണ്ട്. ഒന്നൊരു ആ ഇപ്പോഴും ആ വീട്ടുകാർ ഇന്നും ഞങ്ങളോട് ഇന്നും ഞങ്ങളോട് എൻ്റെ അമ്മയാണെങ്കിൽ പറയുന്നത് എങ്ങനെയാ, എൻ്റെ അമ്മ ആ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ എൻ്റെ അമ്മ മാനസിക രോഗിയായതാ. അപ്പൊ ആ, അതെ അതൊക്കെ അതെ വെച്ചുണ്ടായി പ്രശ്നങ്ങൾ. അപ്പം പിന്നെ ഉം. ഈ ഒരു വീട്ടുകാരും ഞങ്ങളോട് ഭയങ്കര ഇതായിട്ട് ചെയ്തിട്ട്, ഞങ്ങൾ കുട്ടിയായിരിക്കുമ്പോഴേ ഇത് കണ്ടു വളർന്നതാ. ഇപ്പോഴും അവർക്ക് ആ ഒരു ആ താല്പര്യം പോലും. പക്ഷെ മിണ്ടും ആ എടുക്കും, കല്യാണവും കാര്യങ്ങളൊക്കെ വരുമ്പോ ഞങ്ങളെ അറിയിക്കും. എങ്കിലും ഞാൻ ഇതെല്ലാം കണ്ടതാ. അതെ നമ്മള് മന്ദബുദ്ധിയല്ലല്ലോ, നമ്മളിതെല്ലാം അതെ മനുഷ്യരല്ലേ, നമുക്കറിയാമല്ലോ എന്താണെന്ന്. ഇതെല്ലാം കണ്ടു വളർന്ന് ഉം. ഒറ്റപ്പെടുത്തുന്നതും മറ്റൊരു വലിയ കാര്യമാക്കുന്നതും നമ്മളെ മൈൻഡ് ചെയ്യാത്തതൊക്കെ കുട്ടിയായിരിക്കുമ്പോ ഇവർക്ക് നല്ല ഡ്രോമ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രയറും പ്രാർത്ഥനയൊക്കെ കൊണ്ടാ നമ്മൾ ഇതൊന്നും വലിയ മൈൻഡ് ഒന്നും ചെയ്യത്തില്ല. പക്ഷെ വാശി കാണിച്ചു അതെ കൊടുക്കും, അത്രേ ഉള്ളൂ. നല്ലതായിട്ട് നമ്മൾ അതെ കാണിച്ചു കൊടുക്കുക, അവരുടെ മുമ്പിൽ നല്ലതായിട്ട് ജീവിച്ച് കാണിക്കുക. ഇതൊന്നും ഉം. വേച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ഇപ്പോഴും അവരെ ഒരു പെരുമാറ്റം. എൻ്റെ അച്ഛന് ഒരുപാട് സങ്കടം വന്നതാ. അതൊക്കെ കുട്ടിയായിരുന്നപ്പോ ഞങ്ങളോട് പറയുമായിരുന്നു, വീട്ടിൽ ഇരുന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ. ഇപ്പൊ കുറെ കുറെ സ്ഥലത്ത് നമ്മള് അനുഭവപ്പെടുന്നതാണ് അവർക്ക്. ചിലപ്പോ അവര് തിരിഞ്ഞും കൂടി നോക്കല്ലോ, നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ നോക്കിയിട്ടുണ്ടാവും. പക്ഷെ അവിടെ ചെല്ലുമ്പോ എല്ലാം എന്തെങ്കിലും ഫംഗ്ഷൻ എല്ലാം ഒക്കെ അങ്ങനെ ചിലപ്പോ ഒരു അവോയ്ഡ് പലവിധ ചെയ്യും. ഉം. സമ്പത്ത് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ വീട്ടിൽ ആ രോഗി ഉണ്ടെങ്കിൽ പോലും ആ വീട്ടിൽ ഉം. കടന്നു വരില്ല ബന്ധക്കാർ. ചിലവര് വരും, ചിലവരൊക്കെ അതും ഉം. ഇപ്പൊ മാം പറഞ്ഞത് തന്നെ, ആ നല്ല ഹൃദയത്തിന്റെ ഉടമകള്, മനസ്സിലാക്കുന്നവർ, അതെ അതെ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടായിരുന്നു. ചില ഭാവങ്ങളുള്ളവരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ബന്ധുമിത്രാദികളിലൊക്കെ. അവരിപ്പോഴും ഞങ്ങളുടെ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റുമോ ഞങ്ങളുടെ അമ്മയെ? നമ്മൾ എന്തേലും നമ്മൾ ആരെന്ത് ചെയ്യും, നമ്മൾ അവരെ കൂട്ടി പിടിക്കുക. അപ്പൊ എന്താ പറയുക, നമ്മൾക്ക് ആ മനസ്സുകൊണ്ട് നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കുക. അല്ലെങ്കിൽ നമ്മൾ അത് ചിന്തിച്ചാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. സാരില്ലാണ്ട് പോട്ടെ ഇരിക്കലേ. കുട്ടിയായിരുന്ന എന്റെ പേര് കുട്ടിയായിരുന്നപ്പോഴ് എന്താ പറഞ്ഞ, റേഞ്ച് ഇല്ലായിരുന്നു, എന്താ പറഞ്ഞേ? പേരെന്താ വെച്ചാ രാജശ്രീയോ? എന്റെ പേര് രാജശ്രീ എന്നാണ്. ആ ഞാൻ വിമ്പിളിയിലെ ഇപ്പം ജസ്റ്റ് ട്രെയിനറിന്റെ കോഴ്സ് ജസ്റ്റ് കഴിഞ്ഞ്, പക്ഷെങ്കിൽ ഇനിയുണ്ട്, 1 hour സെഷൻ ഉണ്ട്. അവിടെ എന്താ ആ, ചെയ്യേണ്ടതാ മഹാരാഷ്ട്രയില്? മഹാരാഷ്ട്രയില് ഫാമിലിയായിട്ട് കഴിയുന്നു. ടീച്ചറായിരുന്നേ. ആ ഇപ്പൊ ഞാൻ പോകുന്നില്ല. ഇപ്പൊ ഞാൻ MSc സൈക്കോളജി പഠിച്ചോണ്ടിരിക്കുക. അപ്പം അതെ അതെ അത് അത് കാരണം എന്റെ മോൻ അതെ ഇന്നലെ ഞാൻ പറഞ്ഞാടാ, നിന്റെ സ്കൂളിൽ ഇപ്പം മോൻ +2 ചേർത്ത് സ്കൂളില്ല. ഇപ്പം സ്കൂളിൽ +2 ഉണ്ടല്ലോ ചില സ്കൂളുകളിൽ. ആ ആ അപ്പം സ്കൂളിൽ 1 മുതൽ 10 കഴിഞ്ഞ് പിന്നെ പ്ലസ് +1 +2 ഇല്ലേ. അപ്പം മോനോട് ഉം. ഇന്നലെ ഞാൻ പറഞ്ഞടാ, നിന്റെ സ്കൂളില് ടീച്ചറിന്റെ ഒഴിവുണ്ട്, ജസ്റ്റ് ഒന്ന് പ്രിൻസിപ്പളിനോട് ചോദിക്കേ. മമ്മി മര്യാദക്ക് വീട്ടിൽ ഇരുന്നോ, പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. അവൻ പറഞ്ഞു ജോലിക്കൊന്നും പോകട്ടെ, പഠിച്ചോളാന്. അപ്പൊ ഞാൻ പല സന്ദർഭങ്ങളിലൊക്കെ പോയ നോക്കിയപ്പോഴും മോളും പറഞ്ഞു മോനും പറഞ്ഞു പോവണ്ട, പഠിക്കാനല്ലേ, പഠിക്കരുതായിരുന്നു. പല പല അതെ കാര്യങ്ങളല്ലേ. അതെ അത്രയ്ക്ക് വളർന്നും തോന്നുന്നു പിള്ളേര്. പെട്ടെന്ന് കൊറോണ വന്നപ്പോൾ പെട്ടെന്ന് കയറി അങ്ങ് വളർന്നു പിള്ളേര്, കൊച്ചു കൊച്ചുങ്ങളായിരുന്നു. അല്ല, കൊറോണ വന്നപ്പോ ഒരുപാട് മാറ്റങ്ങൾ എല്ലാവരും തോന്നിട്ടുണ്ട്. ആ ലോകം ആ തന്നെ ആ മാറി. ആ
അതുകൊണ്ട് ഞാന് തൽക്കാലം ഇങ്ങനെ, പക്ഷെങ്കില് എനിക്ക് പോയാൽ വേക്കൻസി ഉണ്ട്. കാരണം ഇവിടെ മലയാളികളെ ഭയങ്കര ഇതാ, ആ അവർക്ക് നല്ലതായിട്ട് ഇംഗ്ലീഷ് ടീച്ച് ചെയ്യാൻ അറിയാമല്ലോ. ഇവിടത്തെക്കാരേക്കാളും ഒരു പ്രത്യേകതയല്ലേ നമുക്ക്. അതെ അതെ. ഉം. അവരുടെ ഒരു ഇംഗ്ലീഷിൽ ഉച്ചാരണത്തിൽ ഒരു ചെറിയത് എല്ലാവർക്കും ഇല്ലെന്ന് തോന്നുന്നു. ചിലവർക്ക്, ഞാൻ പോയ സ്കൂളുകളിൽ എല്ലാവർക്കും ഇല്ല, ചിലവർക്ക് ടീച്ച് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. അതെ ഉം. അതെ പരിചയപ്പെട്ടത് നന്ദി. കൊള്ളായിരുന്നു. അതെ. ഇന്നലെ എനിക്ക് ആ വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ അർജന്റ് വരാൻ പറ്റിയില്ല ഇതിൽ. പക്ഷെ മിനിഞ്ഞാന്ന് ക്ലാസ് കേട്ടു. ഉം. ഇന്നത്തെ ക്ലാസ്സിക്ക് കയറാൻ കഴിഞ്ഞില്ല. ഞാൻ ചില ക്ലാസ്സിൽ കയറാറുള്ളൂ. ഉം. ഞാൻ ഇന്നെ വിശ്വസിക്കുന്ന എന്നൊരു വാചകം തന്നെ, അത് വേർഡ്സ് ഹാവ് ദ പവർ ഓഫ് ദ ഹീൽ. അതന്നെ നമ്മൾക്കൊരു എന്താ പറയാ, ഒരു കരുത്തിട്ടൊരു വാചകങ്ങളാ. ഉം. കുറച്ച് പിന്നാണെങ്കിൽ ഇപ്പം ഈ സൈക്കോളജി ഇംഗ്ലീഷ് സ്പോക്കന്റെ ഇപ്പം ചേർന്നിട്ടുണ്ട് നമ്മുടെ എലിസബത്ത് സൂസൻ. അതിപ്പോ സുഷമാമിന്റെ 2 ക്ലാസ് കഴിഞ്ഞ അത് വിംബിളിന്റെ മറ്റേ കോഴ്സ് പകുതി ആയതുകൊണ്ടാണ് ഞാൻ കയറിയത്. അങ്ങനെ മുന്നോട്ട് പോകുന്നു, ദൈവം സഹായിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മള് ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കുക, അറിവ് നേടുക. കാരണം കുറെ ആൾക്കാരുണ്ട് നമ്മളെ തളർത്താന്. അവരുടെയൊക്കെ മുന്നിൽ നമ്മൾ ജീവിച്ചു പോകണമെങ്കിൽ നമ്മള് നല്ല കരുത്തുള്ളവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ ശരീരത്തിന് മാത്രമല്ല, മനസ്സിന് നല്ല ഒക്കെ കരുത്തുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തളരാതെ, തളർത്താൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നവരുണ്ട് നമ്മുടെ ചുറ്റിനും. അത് തളർത്ത വാച്ച് ചെയ്യാനിരിക്കുന്നവർക്ക് തന്നെ അറിയാം അത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ. അതിന് ഒരു അപ്പൊ ഈഗോ, ഒരു അവര് അസൂയ പറയും എല്ലാരും. പിന്നെ മനുഷ്യനിട്ട് നമ്മള് തളർത്ത. അത് തന്നെ. എനിക്കാണെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ ഞാനിപ്പം സൈക്കോളജി ബേസ് ഒക്കെയാ ചെയ്യുന്ന, മോട്ടിവേഷൻ. യൂട്യൂബിലൊക്കെ ആണേലും നമ്മളെ ഒന്ന് കൈതാങ്ങാൻ നമ്മുടെ കൂട്ടത്തിലുള്ളവരൊന്നുമില്ല. സത്യം. കൂടെ അതെ പഠിച്ചവർക്കൊക്കെ ഇപ്പം ഭയങ്കര, ഞാൻ മുന്നോട്ട് പോകുന്ന ഒരു ഇതില്ല. അതെ പക്ഷെ അതെ. എന്നാലും ഞാന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചില ഇപ്പൊ എന്നെ ചില ആളുകളൊക്കെ പറയും, ഇറങ്ങിക്കോ ഇറങ്ങിക്കോളൂ. ഇവിടെ എന്റെ മക്കളായാലും എന്റെ മൂത്തച്ചി ഇവരൊക്കെ പറയാം, ഇറങ്ങിക്കോ, എല്ലാത്തിനും എന്നെ ഇറക്കുക. എന്നെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാം പബ്ലിക്, അറിയാത്ത മനുഷ്യർ. എനിക്ക് ഭയങ്കര അത്ഭുതമാ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും. എനിക്കിപ്പം നമ്മള് ബിംബിളിലെ ട്രെയിനറിന്റെ കോഴ്സ് കഴിഞ്ഞുകൊണ്ട് ഇപ്പൊ നമ്മൊരു കമന്റ് വന്നാൽ, ഞാൻ പണ്ടൊക്കെ കമന്റ് വന്ന് പേടിയായിരുന്നു റിപ്ലൈ കൊടുക്കാൻ. അപ്പൊ ഇപ്പൊ എനിക്ക് ഞങ്ങൾക്ക് അതിനകത്ത് പഠിക്കാനുണ്ടല്ലോ, ഫീഡ്ബാക്ക് കൊടുക്കുന്നതും റെസ്പോണ്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ എല്ലാത്തിനും കമന്റ് വന്ന് നല്ലതായിട്ട് ഫീഡ്ബാക്ക് കൊടുക്കാറുണ്ട്, നല്ല റെസ്പോണ്ട് ചെയ്യാറുണ്ട്. പിന്നെ കുഴപ്പമില്ല, മുന്നോട്ട് പോകുന്നു. വേണ്ടവരൊക്കെ വരത്തുള്ളൂ. സൈക്കോളജി ബേസ് പറയുന്നോണ്ടേ അത് ഇഷ്ടപ്പെടുന്നവരല്ലേ വരത്തുള്ളൂ. കുഴപ്പമില്ല, ഗ്രോത്ത് ഒക്കെ ഉണ്ട്. ഫോളോവേഴ്സ് നല്ലതായിട്ടുണ്ട്. അത് നമ്മളോടുള്ള ആ ഒരു സ്നേഹം, കുഴപ്പമില്ല. പക്ഷെങ്കിൽ നമുക്കൊരു മുമ്പ് പറഞ്ഞ പോലെ നമുക്കൊരു ചെറിയൊരു ഇത് വരും. അത് മനുഷ്യനല്ലേ. നമ്മുടെ കൂടെ പഠിച്ചവരൊന്നും ഒരു സപ്പോർട്ടില്ല. എല്ലാരും ഉണ്ട് അതിനകത്ത്. കാരണം ചോദിച്ചാൽ ഫേസ്ബുക്ക് അല്ലായിരുന്നോ അത്. ഫേസ്ബുക്ക് ഇപ്പൊ നമ്മള് ഫേസ്ബുക്ക് പേജ് ആക്കും, അത് തന്നെ. അപ്പൊ അവർക്കും നമ്മളെ കാണാം. അതൊക്കെ ഒരു കുശുമ്പ്, ഒരു അസൂയ, എന്താ പറയാ. ഉണ്ട്. അത് അതല്ലാതെ പബ്ലിക് മനുഷ്യനല്ലേ. പറയുന്നതിന് ഒരു കുഴപ്പമില്ല. അത് മുമ്പേ ഞാൻ പറഞ്ഞു, നമുക്ക് ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ട്, തിരിച്ചറിവ്, ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ, അനലൈസ് ചെയ്യാനും ഒക്കെ. നമുക്ക് ഇപ്പം മൃഗങ്ങൾക്ക് പോലും ഇല്ലേ അവരെ അതിജീവിക്കാനായാലും ഉള്ള കഴിവുകൾ, അഡാപ്റ്റേഷൻ ഉണ്ടല്ലോ. ഇപ്പം ഈ ഓരോരുത്തർക്ക് ഇപ്പം എന്താ പറഞ്ഞില്ലേ, ഇപ്പം മത്സ്യത്തിന് എന്തുമാത്രം അഡാപ്റ്റേഷൻ ഉണ്ട് വെള്ളത്തിൽ കിടന്ന് ജീവിക്കാനും. കരയിലിട്ടത് ചത്തുപോകും എന്ന് പറഞ്ഞ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കും. പിന്നെ നമുക്ക് ഒരുപാട് നമ്മൾ യൂസ് ചെയ്യണം. നമ്മളെ ബൈബിളില് ഉണ്ടല്ലോ, പാമ്പിനെ പോലെ കൗശലവും പ്രാവിനെ പോലെ നിഷ്കളങ്കതയും. അതൊക്കെ നമുക്ക് ദൈവം നമുക്ക് ഇതുപോലെ തന്നെ നമുക്കും തന്നിട്ടുണ്ട്. പ്രാവ് ഒരു ഭയങ്കര ഇഷ്ടം. നിഷ്കളങ്കത. അതിനെ കാണുമ്പോ തന്നെ ആ പ്രാവിനെ കാണുമ്പോൾ തന്നെ പ്രത്യേകത. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രാവിനെയൊക്കെ അതന്നെ. നോക്കിയിരിക്കുക. പക്ഷെ അത്ര മറ്റേ കോഴി അതിനൊന്നും അത്രയല്ല. എനിക്ക് ആ പ്രാവിന് ഭയങ്കര, അതൊരു സമാധാനത്തിന്റെ ഞങ്ങള് പ്രതീകം തന്നെയാണല്ലോ അല്ലെ. ആ പണ്ട് ഞാൻ ചർച്ചിൽ പോകുന്ന സമയത്ത് പള്ളിയിലച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പ്രാവ് ഇങ്ങനെ ഇങ്ങനെ മൂളത്തില്ലേ, കുറു 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 ഇങ്ങനെ മൂളുവല്ലോ.
ആ. അപ്പം പ്രാവ് പറയുന്നത് കുറവ് കുറവ് കുറവെന്നാ പറയുന്നേന്ന്. കാരണം കുറവുണ്ട് കുറവുണ്ട്, കാരണം നമുക്കില്ലേ അത് ഉണ്ട്, നമുക്ക് അതെ, കുറവുണ്ടെന്ന് നമ്മൾ എല്ലാവർക്കും അക്സെപ്റ്റ് കുറവുണ്ട്. ചെയ്യാം. ആരും പെർഫെക്റ്റ് അല്ല പെർഫെക്ഷനിസം എന്ന് നമുക്കില്ല, പറയുന്നത് എല്ലാവരും. ആ അങ്ങനെ അതും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് വലിയ ഇഷ്ടം ഈ സ്റ്റോറി പോലെ സ്റ്റോറി ചേർത്ത് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള എനിക്ക് ഭയങ്കര ജീവന സ്റ്റോറി ചേർത്ത് പ്രസംഗിക്കുമ്പോഴൊക്കെ പറയുന്നത്. അങ്ങനെ പക്ഷെ അന്ന് ആ കേട്ട സമയത്ത് ഞാൻ ഒരുപാട് ചിന്തിച്ചു. ആ പള്ളിയിലച്ചൻ അങ്ങനെ പറഞ്ഞപ്പോ കുറവ് കുറവ് കുറവെന്നാ അങ്ങനെ ആ മൂളുന്നേന്ന്. ഇങ്ങനെ മൂളത്തില്ലേ, അല്ലേ അത് പ്രാവ് ഇങ്ങനെ. ഓക്കെ മാം. ഓക്കെ, അപ്പൊ താങ്ക്സ്. നമുക്ക് രാവിലെ തന്നെ നമുക്ക് ഇങ്ങനെ ഉണർന്നിട്ട് നമ്മളെ കേൾക്കാന്ന് പറയുമ്പോ തന്നെ അത് ഭയങ്കര ഒരാളുണ്ടാവുമ്പോ ഭാഗ്യമാണ്. സുഖം. ഇങ്ങനെയൊക്കെയുള്ള പോസിറ്റീവ് പിന്നെ അത്. നമുക്ക് എന്നാലും വൈൻഡപ്പ് ചെയ്താലോ? താങ്ക് യു. സമയം 6:30 ഓക്കെ. അപ്പൊ എല്ലാവർക്കും ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പം മറ്റൊരു വിഷയമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഫീഡ്ബാക്കുകളൊക്കെ ഗ്രൂപ്പിൽ അറിയിക്കുക. താങ്ക് യു. താങ്ക് യു.